ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവരുടെ അനുസ്മരണം നടക്കാൻ പോവാണ്. അതുപോലെ തന്നെ അതിനുശേഷം സലാത്തിന്റെ പരിപാടികളൊക്കെ സലാത്തും മറ്റും ഒക്കെ അതിന്റെ മജ്‌ലിസൊക്കെ നടക്കാൻ പോവാണ്. അപ്പോൾ പരിപാടിയുടെ തുടക്കം ആണ് ഇപ്പോഴ്. അതിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കേണ്ട ഒരു വിഷയം ഇവിടെ സൂചിപ്പിച്ചു. പണ്ഡിതന്മാര് ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാര് ഇങ്ങനെ അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുക. പോണവർക്ക് പകരക്കാര് വല്ലാതൊന്നും വരുന്നില്ല. അതിനേക്കാണ് വലിയൊരു വരുന്നില്ല. പകരക്കാര് വരുന്നുണ്ട്, പക്ഷെ പോയവരേക്കാണ് വലിയവരല്ല പിന്നെ വരുന്നത്. പോയവരേക്കാണ് താരതമ്യേന ചെറിയവർ തന്നെ പിന്നെ വരുന്നത്. അത് വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇദാ മാത്തൽ ആലിം, ഒരു പണ്ഡിതന്റെ മരണം സംഭവിച്ചാൽ സലുമ ഫിൽ ഇസ്ലാമി സുൽമ, ഇസ്ലാമിന് ഒരു വിടവ് സംഭവിക്കും, ഒരു പൊട്ട് വീഴുന്ന ലാ തുസദ്, അത് പരിഹരിക്കാൻ പറ്റൂല, അപരിഹാര്യമായ ഒരു വിടവ് ഇസ്ലാമിന് സംഭവിക്കുന്നു. അപ്പൊ ചെറുശ്ശേരി ഉസ്താദ് അവരുടെ വഫാത്ത്, അതിന്റെ അനുസ്മരണം പിന്നെ നടക്കാൻ പോകുന്നു. ഞാൻ അത് സംബന്ധമായ വിഷയങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല. പണ്ഡിതന്മാരോടും സാദാത്തുക്കളോടും സമൂഹത്തിന് വലിയ ആദരവ് കൽപ്പിക്കേണ്ടതാ സമൂഹം. ഒരിക്കല് ഇസ്ലാമിക ചരിത്രത്തില് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ ഖുർആൻ പണ്ഡിതനാണ്, ഖുർആനിൽ അവഗാഹമുള്ള പണ്ഡിതൻ മാത്രമല്ല, പിന്നെ ഫറായിള് എന്ന് പറഞ്ഞ ഈ അനന്തരാവകാശത്തിന്റെ വളരെ സങ്കീർണമായ വിഷയമാണ് അനന്തരാവകാശം. ആ അനന്തരാവകാശത്തിലേക്ക് വലിയ അവഗാഹം നേടിയ ആളാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഒരു സെയ്ദ് റളിയല്ലാഹു അൻഹു യാത്ര പോവാ. അദ്ദേഹം ഒട്ടകപ്പുറത്ത് കയറി. ഒട്ടകപ്പുറത്ത് കയറിയപ്പോ ഒട്ടകത്തിന്റെ ജീനി ചവിട്ട്, ഒട്ടകത്തിന്റെ ജീനി ഉണ്ടല്ലോ, അതിൽ കാല് വെക്കുന്ന സ്ഥലം റിഖാബ് എന്ന് പറയാം അറബി ഭാഷയിൽ, ജീനി ചവിട്ട്. ആ ജീനി ചവിട്ടുമ്പോ പിടിച്ചു കൊടുത്തു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സാബിത്ത് എന്നവരുടെ പാണ്ഡിത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീനിയുടെ ചവിട്ടുമ്പോ പിടിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജീനിയുടെ ചവിട്ടുമ്പോ അങ്ങനെ പിടിച്ചെടുത്തപ്പോ തനഹ യബ്ന അമ്മി റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്ര അങ്ങ് മാറി നിൽക്കുകയും, എന്റെ ഒട്ടകത്തിന്റെ ജീനി ചവിട്ടുമ്പോ നിങ്ങൾ പിടിക്കല്ലേ, നിങ്ങൾ മാറി നിൽക്കുന്നു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഖുർആൻ മുഫസ്സിറല്ലേ, ഖുർആൻ തഫ്സീറിലൊക്കെ അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ്. അദ്ദേഹമാണ് ചെയ്യണത്. സെയ്ദ് ബിൻ സാബിത്ത് എന്നവരുടെ പാണ്ഡിത്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ ജീനി ചവിട്ടുമ്പോൾ പിടിച്ചു കൊടുക്കുക. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മാറി നിൽക്കാൻ പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ വെച്ചാ, ഹാക്കദ ഉമിർന അൻ നഫഅല ബിഉലമാഇന വകുബറായിന, നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരോടും മഹത്തുക്കളോടും ഇങ്ങനെ പെരുമാറണമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കൽപ്പന. നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് ഈ പറയുന്നത്. സെയ്ദ് ബിൻ സാബിത്ത് എന്നവരുടെ ഒട്ടകത്തിന്റെ ജീനി ചവിട്ടുമ്പോ പിടിച്ച് സൗകര്യം ചെയ്തു കൊടുക്കുക ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം പരിഗണിച്ചു. അപ്പോ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ വെച്ചാൽ, അരിനി യദക, നിങ്ങളാ കയ്യൊന്ന് കാണിക്കുന്നു, അരിനി യദക, നിങ്ങളെ കയ്യൊന്നു കാണിക്കുന്നു. അപ്പൊ അഖറജ, അപ്പൊ കയ്യാണ് കാണിച്ചു കൊടുത്തപ്പോ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഖബ്ബലഹു, കയ്യുമ പിടിച്ചിട്ടാണ് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാക്കദ ഉമിർന അൻ നഫഅല ബി അഹ്ലി ബൈത്തി നബിയിന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അഹ്ലി ബൈത്തിനോട് ഇങ്ങനെ പെരുമാറണമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കൽപ്പന. അപ്പൊ പണ്ഡിതന്മാർക്കും സാദാത്തുക്കൾക്കും എന്ത് പദവിയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതിന്റെ അവരുടെ കൈ ചുംബിക്കാം. അപ്പൊ നമ്മളൊക്കെ ചെയ്യണതൊക്കെ പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ പറയും ഇതൊക്കെ എന്ത് വ്യക്തിപൂജയാണെന്നൊക്കെ പറയും. ഇതൊക്കെ തരത്തിലല്ലേ നമ്മൾ ചെയ്യണത്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഈ പണ്ഡിതന്മാരോട് സമൂഹത്തിനുണ്ടായിരിക്കേണ്ട ആദരവിനെ സംബന്ധിച്ച്. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുസ്മരണം ഇവിടെ നടക്കാൻ പോവുകയാണ്. എന്റെ വിഷയം അതല്ല, അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ അധികം പോകുന്നില്ല. എന്നോട് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച്. ഇത് വളരെ അടിസ്ഥാനപരമായ വിഷയമാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം നിശ്ചയിച്ചിട്ടല്ലേ ജീവിക്കാൻ തുടങ്ങേണ്ടത്. നമ്മളൊരു സ്ഥലത്തേക്ക് പോണ സമയത്ത് എവിടുക്കാ പോണത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നമുക്ക് ഉണ്ടാവണല്ലോ. നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോട്ടേക്കാ പോണത് എന്നുള്ള ധാരണ പുറപ്പെടുമ്പോൾ തന്നെ വേണം. ഇത് ബസ്സിലാണ് കയറിയിട്ട് എവിടുക്കാത്തിന് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പറ്റൂലല്ലോ. പുറപ്പെടുമ്പോൾ തന്നെ എവിടുക്കാ പോണത് എന്നുള്ളതിനെ പറ്റി ധാരണ വേണം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ മഹിതമായ ലക്ഷ്യം എന്താണ്? ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാത്തത് കൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ കുറെ ചെറുപ്പക്കാരുണ്ട്. ശരിക്കും ഈ പരിപാടിയിൽ കൂടുതൽ സംബന്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ചെറുപ്പക്കാരാ. കാരണം ഒരു ജീവിച്ചു തുടങ്ങാം, മുന്നിലിരിക്കുന്ന പലരും കുറെ ജീവിച്ചവരായിരിക്കും.
അതായത് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുക. അതില്ലാത്തത് കൊണ്ടാണ് ചെറുപ്പക്കാരൊക്കെ പോകുമ്പോൾ കണ്ടില്ലെങ്കിൽ ബസ്സിലോ പോകുമ്പോൾ ഉണ്ടാവും ചെറുപ്പക്കാരനെ ഇരിക്കണേ ചുവട്ടിന്റെ ഉള്ളിൽ പാട്ട് കുത്തിത്തിരികി ചുവടെ എൻഗേജ്ഡ് ആയിക്കാറ്, കണ്ണിന്റെ മുമ്പിൽ കമനീയമായ മൊബൈൽ കാഴ്ച കണ്ണ് എൻഗേജ്ഡ് ആയിക്കാറ്, തൊള്ളന്റെ ഉള്ളിൽ പാൻ പരാഗോ ചുവങ്ങൊക്കെ തിരികെ തൊള്ളി എൻഗേജ്ഡ്. എല്ലാ ഓട്ടയിൽ കൂടി സുഖം ഇങ്ങനെ കിട്ടണം, കണ്ണി കൂടിയും കിട്ടണം, തൊള്ളയിൽ കൂടിയും കിട്ടണം, ചോട്ടി കൂടിയും കിട്ടണം, എല്ലാ സമയം സുഖം ഇങ്ങനെ കിട്ടാം. അപ്പൊ ഇങ്ങനെ സുഖം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ എന്തിനാണ് ജീവിക്കണം എന്നുള്ളതിനെ പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ട്, അറിവില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കണം. ഈച്ച് ഡ്രിങ്ക് ആൻഡ് ബി മെറി ഫോർ ടുമോറോ ദോ ഷാൾ ടുഡേ. തിന്നോളി, കുടിച്ചോളി, സുഖിച്ചോളി, നാളെ നിങ്ങൾ മരിച്ചു പോകും. അതാണ് ജീവിതം എന്നാണ് വിചാരിക്കുന്നത്. ഈച്ച് ഡ്രിങ്ക് ആൻഡ് ബി മെറി ഫോർ ടുമോറോ ദോ ഷാൾ ടുഡേ. തിന്നുക, കുടിക്കുക, സുഖിക്കുക, നാളെ നിങ്ങൾ മരിച്ചു പോകുന്നു. ലൈഫ് ഈസ് സം സോങ്സ്. ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ പാട്ടുകളാണ്, അതൊക്കെ പാടി തീർക്കുക. ലൈഫ് ഈസ് സം ഗെയിംസ് പ്ലേഡ് ഓൺ. ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ കളികളാണ്, അതൊക്കെ കളിച്ചു തീർക്കുക. ലൈഫ് ഈസ് സം ചാലഞ്ചസ്. ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ വെല്ലുവിളികളാണ്, വെല്ലുവിളിച്ചു തീർക്കുക. അങ്ങനെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാതെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതില്ലാത്തത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ ഭൂമിയിൽ എന്തിനാണ് മനുഷ്യൻ വന്നിരിക്കുന്നത്? ജീവിതത്തിന്റെ ലക്ഷ്യം അറിയണമെങ്കിൽ ആദ്യം 3 ചോദ്യം ചോദിക്കണം. 3 ചോദ്യം ചോദിക്കണം. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ സ്ഥലം കക്കാട്ടിരി എന്നുള്ള സ്ഥലത്തെ പേര് എനിക്ക് അറിയില്ലെങ്കിലേ ഞാനിങ്ങനെ കൂറ്റനാട് വന്നിട്ട് ബസ്സിറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മളാട് ഇങ്ങനെ നോക്കും, ഏരിയപ്പോ ഈ കക്കാട്ടിരിക്ക് പോവാൻ. അങ്ങനെ ഞാൻ ഇങ്ങനെ നൊന്നിങ്ങനെ നോക്കും, തിരിഞ്ഞും മറിഞ്ഞും നോക്കിക്കൊണ്ടിരിക്കും. അത് നോക്കുമ്പോ ഒരാളെ കണ്ടു, എങ്ങനെ ഈ കക്കാട്ടിരിക്ക് പോവാന്ന് ചോദിക്കും. അപ്പൊ ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചാൽ ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചാലേ വല്ലാതെ പറഞ്ഞുതരാൻ നിൽക്കൂല. കുറച്ച് പ്രായമുള്ള ഒരാളോട് ചോദിച്ചാൽ, മുതിർന്ന ഒരാളോട് ചോദിച്ചാൽ മുമ്പ് എന്നോട് ചോദിക്കും നിങ്ങളെ എവിടുന്നാന്ന് വെച്ചു. അപ്പൊ ഞാൻ പറയും ഞാൻ കുറച്ച് ദൂരത്താണ്, കർക്കരാകുന്ന് എന്നുള്ള സ്ഥലത്തുനിന്നാണ് വരുന്നത്. കുറച്ച് ദൂരാണ്, പാലക്കാട് മലപ്പുറത്തൊക്കെ പോയിട്ട്. പിന്നെ എന്തിനാ ഇപ്പൊ കക്കാട്ടിലേക്ക് പോണത്? അവിടെ മഹലിന്റെ കീഴിൽ സലാത്ത് വാർഷികത്തോടനുബന്ധിച്ച് ഒരു ക്ലാസ് എടുക്കണം, അതിന് വേണ്ടിയിട്ടാ പോണത്. ക്ലാസ് എടുക്കാനോ? ക്ലാസ് എടുക്കാൻ നിങ്ങളോ? ഞാൻ ക്ലാസ് എടുക്കാൻ കണ്ടപ്പോ അങ്ങനെയൊന്നും തോന്നിയില്ല. ആയിക്കോട്ടെ, ക്ലാസ് എടുക്കാനല്ലേ. പിന്നെ അപ്പൊ ക്ലാസ് എടുത്താൽ ഇന്ന് മടങ്ങോ അതോ അവിടെ മറ്റു പരിപാടിയൊക്കെ ഉണ്ടെന്ന് കേട്ടവര് കൂടോ? അല്ല, ഞാൻ ക്ലാസ് കഴിഞ്ഞ അവിടെ മടങ്ങിപ്പോകും, വേറെയും പോയിട്ട് വേറെ പരിപാടിയൊക്കെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് പോയിക്കോളി, ഇത്രയൊക്കെ കൊടുത്താൽ മതിയാകും പൈസ. അപ്പോ ഞാൻ മൂപ്പരോട് കക്കാട്ടിയെ പറ്റി ചോദിച്ചപ്പോ എനിക്ക് ഉത്തരം പറഞ്ഞു തരുന്നതിന്റെ മുമ്പ് മൂപ്പര് 3 ചോദ്യം ചോദിച്ചു. ആ 3 ചോദ്യത്തിൽ കൂടി എന്നെ പരിചയപ്പെട്ടു. എന്നെ പരിചയപ്പെടാൻ ചോദിച്ച ചോദ്യം 3 ചോദ്യമാണ്. 1 എവിടുന്നാണ്, 2 എന്തിനാണ് പോണത്, 3 കഴിഞ്ഞാൽ പിന്നെ എന്താ പരിപാടി. ഈ 3 ചോദ്യത്തിൽ കൂടി ഇന്നെപ്പറ്റി ഒരു പരിചയം ആൾക്ക് കിട്ടി. പിന്നെ മറുപടി അറിഞ്ഞത് ഈ 3 ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റി ചോദിക്കണം. ഓരോ മനുഷ്യനും അവനവനെ പറ്റി ചോദിക്കേണ്ട ചോദ്യമായി ഈ 3 ചോദ്യം. 1 എവിടുന്നാ ഞാൻ വന്നത്, 2 എന്തിനാ ഞാൻ വന്നത്, 3 എന്റെ ജീവിതപ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ പോവുക. ഈ 3 ചോദ്യത്തിന്റെ ഉത്തരം അറിയാത്തത് കൊണ്ടാണ് മനുഷ്യന്മാർ ഉദ്ദേശപൂർവ്വം ലക്ഷ്യസഹിതമായി ജീവിക്കാത്തത്. അപ്പൊ 3 ചോദ്യത്തിന്റെ ഉത്തരം അറിയണം. നമുക്ക് കിട്ടിയ ജീവിതം എന്താ? ഈ ജീവിതം എന്താ? ബൈ ചാൻസ് ആയിട്ട് കിട്ടിയതാ, നോട്ട് ബൈ ചോയ്സ്. നമ്മൾ തെരഞ്ഞെടുത്തതല്ല, നമ്മൾ വിചാരിച്ചിട്ട് കിട്ടിയതല്ല, ബൈ ചാൻസ് ആയിട്ട് കിട്ടിയതാ. അല്ലേ? ഇവിടെ ജീവിക്കണം, ജനിക്കണം എന്ന് ആരും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ആഗ്രഹിച്ചിട്ടല്ല ജനിച്ചത്. ജനനം നമുക്ക് കിട്ടിയത് ബൈ ചാൻസ് ആയിട്ട് കിട്ടിപ്പോയതാ. അപ്പൊ ബൈ ചാൻസ് ആയിട്ട് കിട്ടിയ ഈ ജീവിതം നോട്ട് ബൈ ചോയ്സ്, നമ്മൾ തിരഞ്ഞെടുത്തതല്ല. ജീവിതം മാത്രമല്ല, ഈ ജീവിതത്തിൽ നമ്മുടെ ശരീരം, നമ്മുടെ ചേരും കോലൊന്നും നമ്മൾ വിചാരിച്ച മാതിരിയല്ല. ഒന്നും നമ്മൾ വിചാരിച്ച മാതിരിയല്ലല്ലോ. വിചാരിച്ച മാതിരി എന്ന് വെച്ചാൽ ഇപ്പോ എന്റെ ശരീരാകൃതി ഞാൻ വിചാരിച്ച മാതിരി ഉണ്ടാവണമെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടി നിങ്ങളുണ്ടാവാൻ ആഗ്രഹിക്കൂലേ? എന്നാ ഈ മൈക്ക് ഇങ്ങനെ പിടിച്ച് താത്തണ്ടിന്നില്ലല്ലോ. ഒന്നും കൂടി നിങ്ങളുണ്ടാവാൻ ആഗ്രഹിക്കും. ഇനി ഒന്നും കൂടി സുന്ദരനാവാൻ ഇപ്പൊ മോശം ഉണ്ടെന്നല്ല, എന്നാലും ഒന്നും കൂടി സുന്ദരനാവാൻ ആഗ്രഹിക്കൂലേ? ഞാൻ വിചാരിച്ച മാതിരി ഞാൻ ഉണ്ടാവണമെന്ന് വെച്ചാല്. അപ്പൊ ഞാൻ വിചാരിച്ച മാതിരിയല്ല നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല. അപ്പൊ നിങ്ങളുടെ രൂപം, എന്റെ രൂപം, ശരീരാകൃതി, ഇതൊന്നും നമ്മൾ വിചാരിച്ച മാതിരിയല്ല. നമുക്ക് ജീവിതം കിട്ടിയിരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടല്ല, ബൈ ചാൻസ് ആയിട്ട് കിട്ടിയതാ ജീവിതം. അപ്പൊ ഈ ജീവിതത്തിന് ഈ ജീവിതം കിട്ടിയെന്ന് മാത്രമല്ല, ഈ ജീവിതത്തിന്റെ പിന്നില് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.
അല്ലെ? നമ്മൾ ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിലും എന്തെല്ലാം ഘടകങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം? അതുമാത്രം ചെയ്താൽ പോരല്ലോ. ജീവിതത്തിൽ നമുക്ക് ഒരാൾ ജനിക്കണമെങ്കിലും ജീവിക്കണമെങ്കിലും പല ഘടകങ്ങളും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. സൂര്യൻ പ്രവർത്തിക്കണം. നമ്മളില്ലെങ്കിൽ സൂര്യൻ ഉണ്ടാവും, നമ്മളില്ലെങ്കിലും സൂര്യൻ ഇവിടെ ഉണ്ടാവും. പക്ഷെ സൂര്യനില്ലെങ്കിൽ നമ്മളുണ്ടാവില്ല. ചന്ദ്രനില്ലെങ്കിൽ നമ്മളില്ലെങ്കിലും ചന്ദ്രൻ ഉണ്ടാവും, പക്ഷെ ചന്ദ്രനില്ലെങ്കിൽ നമ്മളുണ്ടാവില്ല. ഭൂമിയിൽ അന്തരീക്ഷത്തിൽ വായു അതുപോലെ തന്നെ ഓക്സിജൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മളുണ്ടാവില്ല. നമ്മളില്ലെങ്കിലും അതൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഇതൊക്കെ ആവശ്യമാണ്, എല്ലാം ആവശ്യം. ഈ ആവശ്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജനിച്ചിരിക്കുന്നത്. ഈ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ ജനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ലക്ഷ്യമില്ലാതെത്താൻ പറ്റൂല. അലക്ഷ്യമായി ഒരർത്ഥമില്ലാതെ ഒന്നും ഉണ്ടാകാൻ പറ്റൂലല്ലോ. ഇതിന്റെയൊക്കെ പിന്നിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തെ പറ്റി ആലോചിക്കുക. ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെ? ഈ ലോകത്തെ നമ്മളെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കി, ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ജീവിതത്തിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വേണ്ടതൊക്കെ ഇങ്ങനെ കിട്ടിയേക്കുക. നോക്കി, ജനിച്ചു വരുന്ന സമയത്ത് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, നാക്കുണ്ട്, മൂക്കുണ്ട്, പല്ലില്ല. നമ്മളൊക്കെ ജനിച്ചു വരുന്ന സമയത്ത് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, നാക്കുണ്ട്, മൂക്കുണ്ട്, പല്ലില്ല. എന്താ ഇല്ലാത്തത്? മുലപ്പാൽ കുടിച്ചാൽ പല്ല് വേണ്ട, അതുകൊണ്ട് തുടക്കത്തിൽ പല്ല് തരൂല. ആവശ്യത്തിനനുസരിച്ച് തരുന്നുണ്ടോ? മുലപ്പാൽ കുടിച്ചാൽ പല്ല് വേണ്ടല്ലോ. ഇനി പല്ലുണ്ടായ ചിലപ്പോൾ അപകടമാണ്, മുല മുറിയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിലേ നമുക്ക് മുലപ്പാൽ കുടിച്ചേ വേണ്ടുള്ളൂ, അതിന് പല്ല് തന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിക്കണം എന്നുള്ള അവസ്ഥ വരുമ്പോൾ നമുക്ക് പല്ല് തരും. ആ പല്ല് തന്നെ ആദ്യം ഒരു എരി തരും, പിന്നെ അടുത്ത എരി തരും. അങ്ങനെ പല്ല് തന്നതിന് ശേഷം ഒന്നാമത്തെ സെറ്റ് ഒരു പല്ലുണ്ടല്ലോ, ആ പല്ല് കുറച്ചാലം കഴിഞ്ഞിട്ട് അത് പോവും. എന്തിനാത് പോണത്? ആദ്യം തന്ന സെറ്റ് പല്ല് തരുമ്പോ നമുക്ക് പല്ല് സൂക്ഷിക്കുന്നതിനെ പറ്റി അറിയില്ല, നമ്മൾ അത് ശ്രദ്ധിക്കാതെ നമ്മളെ കൊണ്ട് കഴിയൂല. അപ്പോൾ പല്ല് എങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് തന്ന പല്ലാവുമ്പോൾ കുട്ടികൾ മുട്ടായി തിന്നും, പല്ലിന് കുത്തുബാധിക്കും, ഓടും ചാടും ഒക്കെ ചെയ്യും. അപ്പൊ പല്ല് ചിലപ്പോൾ പൊട്ടും. അപ്പൊ അതുകൊണ്ട് അതാണ് പോയിക്കോട്ടെ. അപ്പൊ ഒന്നാമത്തെ സെറ്റ് പല്ലാണ് പോവും. പിന്നെ രണ്ടാമതൊരു സെറ്റ് പല്ല് തരും. രണ്ടാമത്തെ സെറ്റ് പല്ല് തന്നാൽ പിന്നെ മൂന്നാമത്തെ സെറ്റ് പല്ല് തരൂല. അതിന് കാരണം എന്താ വെച്ചാൽ രണ്ടാമത്തെ സെറ്റ് പല്ല് വരുന്നതായി നമ്മൾ നോക്കിക്കൊള്ളണം, ശ്രദ്ധിച്ചോളണം. അങ്ങനെ നമ്മൾ ആ പല്ല് തേക്കാനും അതുപോലെ തന്നെ അത്തരം സൗകര്യങ്ങളൊക്കെ നമുക്കറിയലോ. പിന്നെ മൂന്നാമത്തെ സെറ്റ് പല്ല് തരൂല. പക്ഷേ പല്ല് ഡിമാൻഡ് ഉണ്ടോ, സപ്ലൈ ഉണ്ട്, പണം ചെലവാക്കണം, പൈസ ചെലവാക്കണം. അതാ ഒരു സെറ്റ് പല്ലൊക്കെ ആണ് 10-15 ലക്ഷം, ഒരു 10-15,000 ഉറുപ്പികയിലൊക്കെ ഇടരുമോ? അപ്പൊ അത്തരം വിലപ്പെട്ട സാധനമാണ് 2 പ്രാവശ്യം സൗജന്യമായിട്ട് തന്നതേ. സൗജന്യമായിട്ട് തന്നു, ഇനി സൗജന്യമായിട്ട് തരൂല, പക്ഷെ കിട്ടാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ദന്തിസ്റ്റിന്റെ പോയിട്ട് പിന്നെ ദന്താശുപത്രിയിൽ പോയിട്ട് നിങ്ങൾ പല്ല് വെച്ചോളി. അപ്പൊ ഒന്നാമത്തെ സെറ്റ്, രണ്ടാമത്തെ സെറ്റ് നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള സപ്ലൈ. നമുക്ക് ആവശ്യമായ തരത്തിൽ എന്തൊക്കെ നമുക്ക് ഡിമാൻഡ്, ആ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ഇവിടെ ഉണ്ട്. ഇനി പല്ലുണ്ടായാൽ പോരല്ലോ, ഭക്ഷണം വേണ്ടേ? മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളുണ്ടല്ലോ, റൊട്ടി കപ്പട മക്കാൻ അല്ലെ? റൊട്ടിയും കപ്പടയും മക്കാനും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. ഇത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കണമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തന്നെയല്ലേ? ഭക്ഷണത്തെക്കാൾ വലിയൊരു ആവശ്യം ഉണ്ടാവില്ല. ഭക്ഷണമാണ് അടിസ്ഥാനപരമായ മനുഷ്യന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ആവശ്യം. അതില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഒന്നും ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോയി, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോയി, റെയിൽപാളയത്തിൽ തലയും വെച്ച് കണ്ട് മരിക്കാൻ വേണ്ടി പോയിക്കാം. അപ്പൊ ഒരു സുഹൃത്ത് അടുത്തു കൂടി ഇങ്ങനെ ചെന്നു, എന്താ ഇങ്ങനെ ഇവിടെ കിടക്കണ ചോദിച്ചു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ കിടക്കുകയാണ്. ആത്മഹത്യ എന്തേ പോയി? എന്താ അടുത്തു ജീവിതം ഇനി വേണ്ട. എന്താ ആ പൊതിയെന്ന് ചോദിച്ചത്? ചോറ്റും പൊതിയാണ്. അപ്പോ ഈ ജീവൻ കളയാൻ പോവല്ലേ, ഈ ഭക്ഷണം എന്തിനാ, ഒരു ഭക്ഷണ പൊതിയ എന്തിനാ വെറുതെ കളയുന്നത്? ജീവൻ കളയാൻ പോണ സമയത്ത് ഇതെന്തിനാ വെറുതെ കളയുന്നത് ചോദിച്ചു. അതെ, അഗർ ഗാഡി ലേറ്റായി തോ ഖാനാ തേരാ വാപ്പ് ദേഗാന്ന് ചോദിച്ചു. വണ്ടിങ്ങാനും ലേറ്റായ ചോറന്റെ തന്ത തരുമെന്ന് ചോദിച്ചില്ലേ. അപ്പൊ എന്താ വെച്ചാല് ഓന് ഭക്ഷണവും ജീവൻ കളയാൻ പോവുകതന്നെയാണ്, പക്ഷെ മരിക്കുന്നത് വരെ വിശപ്പ് സഹിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് അതൊക്കെ. ഈ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളോട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഭക്ഷണം ഒറ്റ കാര്യം ആലോചിച്ച് നോക്കി. ഭക്ഷണം നമുക്ക് വൈവിധ്യമാർന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ വേണം. ഒരേ തരത്തിലുള്ള ഭക്ഷണം തന്നെ തിന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ കൂലി. അതുകൊണ്ട് പരിശുദ്ധ സൂറത്ത് അൽ ബഖറയിൽ പറയുന്നുണ്ട് ഇസ്രായേൽ സമുദായത്തിന്റെ കഥ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായം ഒരിക്കൽ മരുഭൂമിപ്പെട്ടു.
മരുഭൂമി കൂടി ഇങ്ങനെ അലഞ്ഞു നടക്കണ യതീഹൂന ഫിൽ അർളി എന്നാ പറഞ്ഞത്. അങ്ങനെ മരുഭൂമി കൂടി ഇങ്ങനെ നടക്കും. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഭക്ഷണമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ, നിങ്ങൾക്ക് മന്നായും സൽവായും തന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനെ മന്നായും സൽവായും കൊടുത്തു. മന്ന എന്ന് പറഞ്ഞാൽ റൊട്ടിയൊക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റുന്ന വളരെ വിശേഷപ്പെട്ട ഒരു സാധനം. സൽവ എന്ന് പറഞ്ഞാല് കാടപ്പക്ഷിയാണ്. കാട മുന്തിയതല്ലേ? 1000 കോഴിക്ക് അരക്കാടാന്ന് നമ്മുടെ നാട്ടിൽ ചൊല്ലുന്നുണ്ട്. അത്ര മുന്തിയതാ കാട. ഹോട്ടലിലൊക്കെ ചെന്നാൽ ചില ഹോട്ടലിൽ കാടയിറച്ചി ഇവിടെ കിട്ടുന്ന എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതേസമയത്ത് പോത്തിറച്ചി ഇവിടെ കിട്ടുന്ന എഴുതി വെച്ചിട്ടുണ്ടാവില്ല. എന്താ കാട മുന്തിയതായതുകൊണ്ട് ആ മുന്തിയ സാധനം കാടയാണ് അവർക്ക് കൊടുത്തത്. സൽവ എന്ന് പറഞ്ഞാൽ കാടപ്പക്ഷിയാണ്. അത്ര മുന്തിയ സാധനം അവർക്ക് കൊടുത്തിട്ടും ഇസ്രായേൽ സമുദായം അതിങ്ങനെ തിന്നൽ തുടങ്ങി. കുറെ ദിവസം തിന്നപ്പോൾ മടുക്കൽ തുടങ്ങി. ഖുർആനിൽ പറയുന്നുണ്ട്, യാ മൂസ ലൻ നസ്ബിറ അലാ താമിൻ യാ മൂസ ലൻ നസ്ബിറ അലാ താമിൻ വാഹിദിൻ ഉദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുൻബിത്തുൽ അർളു മിൻ ബഖരിഹാ വഖിസ്സായിഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ ഖാല അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈറുൻ ഇഹ്ബിതു മിസ്റൻ. യാ മൂസ, മൂസേ, ലൻ നസ്ബിറ അലാ താമിൻ വാഹിദിൻ, ഒരേ ഭക്ഷണം തന്നെ തിന്നിട്ട് സഹി വരുന്നില്ല. അതുകൊണ്ട് ഉദൂ ലനാ റബ്ബക, റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ. യുഖ്രിജ് ലനാ മിമ്മാ തുൻബിത്തുൽ അർളു, ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളെ, ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബഖരിഹ വഖിസ്സായിഹ, ഉള്ളി വരട്ടെ, പിന്നെ കക്കരിക്ക വരട്ടെ, അതുപോലെ തന്നെ ഗോതമ്പ് വരട്ടെ, അതുപോലെ പിന്നെ പയറ് വരട്ടെ, ഇങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ വരട്ടെ അവർ പറഞ്ഞത്. നല്ല മുന്തിയ കാടറച്ചി തന്നെ തിന്നിയത് കുറച്ച് ദിവസം അധികം തിന്നപ്പോഴേ അതാണ് മടുത്തിട്ട് ഇനി പച്ചക്കറി വരട്ടെ എന്ന് പറയാൻ തുടങ്ങിയില്ലേ. വൈവിധ്യമാർന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ വേണം മനുഷ്യന്. അതുകൊണ്ട് കേട്ടോ നമുക്ക് വൈവിധ്യമാർന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലേ. എന്താ, ചക്കക്കാലത്ത് ചക്ക ഉണ്ടാവും, മാങ്ങാക്കാലത്ത് മാങ്ങ ഉണ്ടാവും, തേങ്ങക്ക് കാലല്ല. ചിന്തിക്കേണ്ട കാര്യമാണ്. ചക്കക്ക് സീസൺ ഉണ്ട്, മാങ്ങക്ക് സീസൺ ഉണ്ട്, തേങ്ങക്ക് സീസൺ ഇല്ല. ഇപ്പൊ എല്ലാ സീസണിലും കിട്ടും ഇഞ്ചക്ഷൻ ചെയ്തിട്ട്. അതിന്റെ ഗുണവും ദോഷം നമ്മൾ അനുഭവിക്കണോണ്ട് ഞാൻ പ്രകൃതിയിലുണ്ടായതിനെ പറ്റിയാ പറയുന്നത്. ചക്കയും മാങ്ങയൊക്കെ സീസണില്ലേ. എന്താ തേങ്ങക്ക് സീസൺ ഇല്ലാത്തത്? തേങ്ങ എല്ലാ കാലത്തും വേണ്ടേ? ചക്കയ്ക്കും വേണം, മാങ്ങയ്ക്കും വേണം, ഇറച്ചിക്കും വേണം, പൊറാട്ട ഇടാനും വേണം, എണ്ണ ഉണ്ടാക്കാനും വേണം, തൈലുണ്ടാക്കാനും വേണം, കുഴമ്പുണ്ടാക്കാനും വേണം, എല്ലാ ആവശ്യങ്ങൾക്കും എണ്ണ വേണ്ടേ? അതുകൊണ്ട് വെളിച്ചെണ്ണ കിട്ടേണ്ട തേങ്ങക്ക് പ്രത്യേക സീസൺ വെച്ചിട്ടില്ല. എല്ലാ സീസണിലും തേങ്ങ ഉണ്ടാവും. അതോ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ. ഇങ്ങനെ നമ്മുടെ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ലോകത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാ ഇനി ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം ദഹിക്കണ്ടേ? ദഹിക്കാൻ കണ്ടില്ല നിങ്ങള്? നമ്മുടെ ഉള്ളില് ഏത് പുതിയ തരത്തിലുള്ള ഭക്ഷണ സാധനം അകത്തേക്ക് കൊടുത്താലും അതിനെ ദഹിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എൻസൈം അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയ വ്യവസ്ഥ നമ്മുടെ ഉള്ളില് അത്രത്തോളം നമ്മുടെ ആവശ്യമനുസരിച്ച് ഡിമാൻഡ് അനുസരിച്ചുള്ള സപ്ലൈ ഈ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഞാൻ ഇതെല്ലാം എല്ലാ സാധനങ്ങളും ഭൂമുഖത്തുള്ള മുഴുവൻ സാധനങ്ങളും ഞാൻ പഠിച്ചിരിക്കുന്നത് അല്ലാഹു തആല പറയുന്നതായിട്ട് ഒരു കവി രേഖപ്പെടുത്തുകയാണ്, ഒരു പേർഷ്യൻ കവി. മൻ നഖറദം ഖൽഖതാ സൂദീഖുനം, ഈ കണ്ട് സകല സാധനങ്ങളും ഞാൻ പഠിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ബൽ ഖതാബർ ബന്ദഗാൻ ജൂദീഖുനം, എന്റെ ദാസന്മാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാ. അല്ലാഹു തആല ഇതൊന്നും പഠിച്ചിരിക്കുന്നത് അള്ളാഹുക്ക് വേണ്ടിയിട്ടല്ലല്ലോ, അള്ളാഹുവിന്റെ ദാസന്മാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ സൗജന്യമായിട്ട് ഞാൻ എന്റെ ദാസന്മാർക്ക് ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ഇതൊക്കെ തന്നുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മളെ ജീവിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിലൊരു ലക്ഷ്യം ഉണ്ടാവണ്ടേ? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? ലക്ഷ്യം അറിയാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജീവിതത്തിന്റെ ലക്ഷ്യം പഠിപ്പിച്ചു കൊടുക്കണം. ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അതില്ലാത്തത് കൊണ്ടാണ് നമ്മളെ നാട്ടിലുണ്ടാകുന്ന എല്ലാ അനർത്ഥങ്ങളും. ഒന്നാൾ എന്റെ നാട്ടിന്റെ അടുത്ത് ഒരു ഷൂട്ട് ഔട്ട് മത്സരം ഉണ്ടായി. ഷൂട്ട് ഔട്ട് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയാലോ. ഷൂട്ട് ഔട്ട് പറഞ്ഞാൽ ഷൂട്ട് ഔട്ടല്ല, ഷൂട്ട് ഇൻ, ഉള്ളിൽ കാടിക്കണ്ട, പുറത്തേക്കല്ല. ഏതായാലും ഷൂട്ട് ആയിക്കോട്ടെ, ഞാൻ വരണ്ട് പറഞ്ഞു. പക്ഷെ ഷൂട്ട് ഔട്ട് മത്സരം തുടങ്ങണതിന്റെ ഒരു മണിക്കൂർ മുമ്പ് അത്യാവശ്യമായിട്ട് ഒരാളിനെ കൊണ്ടുപോയി വേറെ വയ്ക്കുക ഒരാവശ്യത്തിന്. അതോടുകൂടി ഞാൻ കഴിച്ചില്ലേ. പിന്നെ വന്നപ്പോഴാണ് മനസ്സിലായത് ഷൂട്ട് ഔട്ട് അടിയിൽ കലാശിച്ചു. അടി പറഞ്ഞ ചില്ലറ എന്നല്ല, തലയൊക്കെ പൊട്ടി കുറെ ആൾ ആശുപത്രിയിൽ കമ്പെടുത്ത് കണ്ടടിച്ചിട്ട് ഈ രീതിയിലുള്ള തല്ല്. അങ്ങനെ കുറെ ആള് പോലീസ് വന്നു, കേസെടുത്തു, കുറെ ആള് ആശുപത്രിയിലായി, കുറെ ജയിലിൽ പോവാൻ, അങ്ങനെ കുറെ ആള് ഒളിവിൽ പോയി. ഗൾഫിൽ പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ അവരെ യാത്ര മുടങ്ങുക. ഈ ജാതി പ്രശ്നങ്ങൾ
ങ്ങളൊക്കെ ഉണ്ടായി. എന്തേപ്പോ കാരണം മത്സരത്തില് ഒരു ബോഡിച്ചോളം ആണെന്നുള്ളതും ആ തർക്കാണ് പിന്നെ തല്ലുണ്ടാവുന്നത്. അത് തർക്കം തീർക്കാൻ വേണ്ടി എല്ലാവരും പാടെ കൂട്ടി നിശ്ചയിച്ച ഒരു അമ്പയർ അവിടെ ഉണ്ടാവൂലേ, രണ്ടു കൂട്ടരും പാടെ ചേർന്നിട്ടാണല്ലോ അമ്പയർ. അത് അമ്പയർ എന്താ നിശ്ചയിക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് തീരുമാനിച്ചാൽ പോരെ. പക്ഷെ തല്ല് നടക്കില്ലപ്പോ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാരണം എന്താ, എന്തിനാ ജീവിക്കണമെന്ന് അറിയില്ല, ഇതൊക്കെയാണ് ജീവിതം എന്നാ വിചാരേ. അതുകൊണ്ട് രണ്ട് ചെറുക്കന്മാരെ വീക്ക് ഇങ്ങനെ പോണ സമയത്ത് നല്ല നല്ല പച്ചപ്പുള്ള ഹരിതമായിട്ടുള്ള സ്ഥലം കണ്ടു. അപ്പൊ അതിങ്ങനെ കണ്ടപ്പോഴല്ലേ ഭൂമിയൊക്കെ ഹരിതം തന്നെ, വളരെ മനോഹരല്ലേ ഭൂമി. നമ്മൾ ഈ ഭൂമിയെ പറ്റി ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുക. ഇതൊക്കെ നമ്മൾ ചിന്തിക്കും, മനസ്സിലാക്കുക, ആസ്വദിക്കുകയും ചെയ്യണം. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടോ, പിന്നെ അദ്ദുന്യാ ഹുൽവത്തുൻ ഖളിറ വല്ലാഹു മുസ്തഖലിഫുകും ഫീഹാ വനാദിറുൻ കൈഫ തഅമലൂൻ. അദ്ദുന്യാ ഹുൽവത്തുൻ ഖളിറ, ദുനിയാവ് വളരെ മധുരമുള്ളതാണ്. ഖളിറത്തുൻ നല്ല പച്ചപ്പുള്ളതാ, ഹരിതമാണ്. വല്ലാഹു മുസ്തഖലിഫുകും ഫീഹാ, അങ്ങനെയുള്ള ദുനിയാവിലാണ് അല്ലാഹു തആല നിങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത്. വനാദിറുൻ കൈഫ തഅമലൂൻ, നിങ്ങൾ എന്ത് പ്രവർത്തിക്കണോ നോക്കുകയാണ് അവന്. അപ്പൊ ഇത്ര മനോഹരമായ ഭൂമിയല്ലേ, എത്രത്തോളം മനോഹരം എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങൾ ഈ കത്തുപാട്ടിന്റെ എസ് എ ജമീലാണ്ടായിരുന്നില്ലേ കത്തുപാട്ട്, അബുദാബിയിലുള്ള ഒരു എത്തുപെട്ടി പെട്ടി തുറന്നപ്പോ കത്ത് കിട്ടിയെന്നൊക്കെ പെണ്ണുങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. ഏതായാലും ആ കത്തുപാട്ട് എഴുതിയ എസ് എ ജമീൽ ഇബിലീസിനെ അനുഭവിച്ച് വർത്താനം പറയുന്നുണ്ടായിരുന്നു. ഇബിലീസ് ഉസാറാണ് മൂപ്പര്. അപ്പൊ ഒരാളിന്റെ അടുത്തൊരുക്കം വന്നിട്ട് മൂപ്പര് സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എസ് എൻ ജമീലിനോട് വർത്താനം പറയാൻ പോലും ചോദിച്ചു. എന്തെന്ന് ചോദിച്ചു. മൂപ്പരിങ്ങനെ ഇബിലീസിനെ പറ്റി വല്ലാതെ പോക്കി വർത്താനം പറയും. അപ്പൊ മൂപ്പരോടും സംസാരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ പോരും ചോദിച്ചു. ആയിക്കോട്ടെ ഞാൻ വരാറുണ്ട്. അങ്ങനെ ചെന്നിട്ട് മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ സലാമൊക്കെ പറഞ്ഞു ലോഹ്യം പറഞ്ഞു, നിങ്ങൾ ഇബിലീസിനെ വല്ലാതെ പൊക്കി പറയലെന്ന് പറയുന്നിട്ട് എന്തെപ്പോന്ന് ചോദിച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിനെ ഹവ്വാവിനെ കൊണ്ട് ഇബിലീസ് പായം തീറ്റിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഭൂമിക്ക് എത്തിയതേ. അല്ലെങ്കിൽ ആ സ്വർഗത്തിൽ ഇങ്ങനെ ഉണ്ടാവും, ഇത്ര സുന്ദരമായ ഭൂമിക്ക് നമ്മൾ എത്തുവോ? അവിടെ നമ്മൾ ഭൂമിയിലെത്താൻ കാരണം ഇബിലീസ് അല്ലേ, അതുകൊണ്ട് ഇബിലീസിനെ പൊക്കി പറയലുണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ പറഞ്ഞത് ശരിയല്ല. കാരണം അല്ലാഹു തആല മനുഷ്യനെ പഠിച്ചിരിക്കുന്നത് സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ടല്ല. ഇനി ജാഹിലും ഫിൽ അർളി ഖലീഫ എന്നല്ലേ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത്. ഞാൻ മനുഷ്യനെ ഭൂമിക്കാ പറക്കണത്, ഭൂമിക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യനെ പഠിച്ചിരിക്കുന്നത് അല്ലാഹു തആല. അള്ളാഹ് ഭൂമിക്ക് വേണ്ടി പഠിച്ച മനുഷ്യനാണ്. പക്ഷെ പൂർണ്ണ വൈകി ഇബിലീസിനെ കണ്ടു എന്നുള്ളൂ. അതല്ലാതെ മനുഷ്യനെ സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ട് പഠിച്ചതല്ല, ഭൂമിക്ക് വേണ്ടി പഠിച്ചത് തന്നെയാണ്. അതവിടെക്കട്ടെ, ഇബിലീസിന്റെ ഗുണം ഏത് ഗുണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോദിച്ചു. ഇബിലീസിന്റെ ധിക്കാരം എന്ന ഗുണം എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പിന്നെ അപ്പോ ഇബിലീസിന്റെ ധിക്കാരം എന്ന ഗുണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളെ കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ധിക്കരിക്കുന്ന കുട്ടിനോടായിക്കാരം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളെ കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ധിക്കരിക്കുന്ന കുട്ടിനോടാവില്ലേ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചു. അല്ല, അത് കുട്ടികളെ കാര്യത്തിൽ പറ്റൂല. എന്താ പറ്റാത്തത്? നമുക്കൊരു നല്ല ഗുണം ഉണ്ടെങ്കിൽ അത് നമ്മളെ കുട്ടിയൊക്കെ ഉണ്ടാവണമെന്നേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടി നിങ്ങളെ ഏറ്റവും കൂടുതൽ ധിക്കരിക്കുന്ന കുട്ടിയാവണ്ടേ. അങ്ങനെ മൂപ്പർക്ക് ഉത്തരം മുട്ടിയപ്പോ പിന്നെ ചൂടാകാലോ തുടങ്ങി. അപ്പൊ പറഞ്ഞ എന്താ വെച്ചാലേ, മനോഹരമായ ഭൂമിയെ പറ്റി പറയാനാ. ഇത്ര സുന്ദരമായ ഭൂമിയല്ലേ. അങ്ങനെ രണ്ട് ചെറുക്കന്മാരിങ്ങനെ പോരു വയ്ക്ക്. അപ്പോ നല്ല സുന്ദരമായ പച്ച പഠിച്ച സ്ഥലം കണ്ടു. ഒരുത്തം മറ്റതിനോട് പറഞ്ഞു, നല്ല രസമുള്ള സ്ഥലമല്ലേ. ആ, നല്ല രസമുള്ള സ്ഥലം. ഈ സ്ഥലം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ആടുകളെ കൊണ്ടുവന്നാക്കുന്നതാണ്. അപ്പൊ മറ്റോ പറഞ്ഞു, ഞാൻ എന്റെ പൂത്തുകളെ കൊണ്ടുവന്നാക്കുന്നതാണ്. അപ്പൊ എന്റെ ആടുകളെ കൊണ്ടുവന്നാക്കണ്ടേ? അപ്പൊ എന്റെ പൂത്തുകളെ കൊണ്ടുവന്നാക്കണ്ടേ? ഇജ് എന്നോട് വർത്താനം പറയാൻ നിൽക്കേണ്ടത് എന്റെ ആളുകളെ കൊണ്ടുവന്നാക്കാനുള്ള സ്ഥലമാണ്. ഇജ് എന്നോട് ചേർക്കാൻ നിൽക്കേണ്ട എന്റെ പൂത്തുകളാക്കാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ അടി തുടങ്ങി വെറും തല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും. തല്ല് മുറുകിയപ്പോ ഒരു കാരണവരും ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ് ഏകന്മാരെ തല്ല് വിടുന്നത് ചോദിച്ചു. ഈ സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ ആടുകളെ കൊണ്ടുവന്നാക്കാനുള്ള സ്ഥലം. ഓൻ പറയാം എന്റെ പൂത്തുകളെ കൊണ്ടുവന്നാക്കാം. അപ്പൊ എന്തെന്റെ ആട് പിന്നെയും വർത്താനം. അപ്പൊ മുമ്പ് ചോദിച്ചു, അല്ല സ്ഥലം കിട്ടിയിക്കണോ ചോദിച്ചു. അപ്പൊ ആലോചിച്ചു, ആ സ്ഥലം കിട്ടിയിട്ടില്ലല്ലേ. പിന്നെ ഇതിനെ തല്ലുകൂടിയത്, പിന്നെ ഇതിനെ വക്കാണേച്ചത്. അപ്പൊ ഇതേപോലെ എന്തിനാന്നൊന്നും നിശ്ചയമില്ല. അതെങ്ങനെ വക്കാണേൽക്ക തിരക്കൂട്ട വർത്താനം പറ, ഈ രീതിയിലുള്ള ജീവിതം നയിക്കുന്നത് എന്തുകൊണ്ട്? ജീവിതത്തിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ട്, ലക്ഷ്യമറിയാത്തതുകൊണ്ട് അല്ലെ. പന്തളിക്ക് അർത്ഥം സമയത്ത് കണ്ടില്ലെങ്കിൽ ഞാൻ പന്തളിക്ക് എതിരായിട്ടല്ലേ ഈ പറയുന്നത്. ആക്ക് വേണം എന്ന് നമ്മളും കാണാൻ പോവുകയോ ചെയ്യും. കളി അത് വേറെ വിഷയം. കാണണം, കളി കാണുകയൊക്കെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇൽഅബുവല്ലോ, നിങ്ങൾ കളിച്ചോളിയും വിനോദിച്ചോളിയും. ഫഇന്നി അക്റഹു അറാഫി ദീനികും ഖില്ലതൻ, നമ്മുടെ ദീന് പരിക്കനാണ് കാണുന്നത്, എനിക്ക് ഇഷ്ടമല്ല, അവിടെ കളിച്ചോട്ടെ. അതിന് നമ്മൾ വിരോധം പറയുന്നു വേണ്ട. പക്ഷേ എപ്പോ കളിക്കണം, എപ്പോ നിർത്തണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ബോധം വേണമല്ലോ. നാളുണ്ട് ഞാനൊരു പെരുന്തലോണ ഇങ്ങനെ
ഇങ്ങനെ പോരുന്ന സമയത്ത് ഒരു ടീം ജയിച്ചിരിക്കണേ, ഒരു കുഗ്രാമത്തിലുള്ള ഒരു ടീം ജയിച്ചിരിക്കണം. ഇന്നത് കപ്പും തലയിൽ വെച്ച് അവിടെ റോഡിൽ കൂടെ നിന്ന് ചാട് തന്നെ, പെരും ചാട്ടം, ആരും പോകാനേക്കാതെ ബസ്സൊക്കെ അങ്ങനെ നിർത്തിയിട്ടിക്ക, ബ്ലോക്ക് ആക്കിക്ക, റോഡാകെ തടസ്സം ഉണ്ടാക്കിക്ക. എന്തിനാപ്പത് ഒരു ടീം പന്തളിയിൽ ജയിച്ചിരിക്കണേ. എന്നിട്ടിങ്ങനെ ആൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് പോകും വേണം. അപ്പോ ബസ്സിന്റെ സൈഡിൽ കൂടി ചെറുക്കന്മാരോട് ഒരു കാരനോട് ചോദിച്ചു, എടാ കുട്ടികളെ മനുഷ്യന്മാരൊന്നും പോകാൻ പടി നിങ്ങൾ കാരണം. പിന്നെ തന്റെ നിങ്ങൾക്ക് മര്യാദക്ക് ജീവൻ വേണമെങ്കിൽ അവിടെ ഇരുന്നോള്, ജീവൻ വേണമെങ്കിൽ എന്നിട്ട് ആ കാരണവരോട് ഭയങ്കര ചൂടാകര്. ഇതൊക്കെ മുസ്ലിം ചെറുപ്പക്കാരന്നെ. കാരണം എന്തിനായി ജീവിക്കണത്? ഇതൊക്കെ ജീവിതം എന്നാ വിചാരി. ഇങ്ങനെ കളിക്കലും ചാടലും ആടലും ഒക്കെ ജീവിതം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ജീവിതത്തിന്റെ ലക്ഷ്യമറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ എന്തിനാ ജീവിക്കണത്? ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിച്ചിട്ട് സ്വർഗത്തിലാക്കി. അത് നബി അലൈഹി സ്വലാമിനെയും അവ്വാവുമാനെയും പഠിച്ച് സ്വർഗത്തിലാക്കി. കാരണം ഓരോ മുതുകിൽ നമ്മളൊക്കെ അല്ലേ, ഓരോ മുതുകിൽ എല്ലാ മനുഷ്യന്മാരും ഉണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്വർഗത്തിലാക്കിയത് സൗജന്യമായിട്ടുള്ള സ്വർഗമായിരുന്നു. നമ്മളൊരു ഒന്നും അധ്വാനിക്കാതെ കിട്ടിയ സ്വർഗം പടച്ചും സൗജന്യമായിട്ട് തന്നതാ. സൗജന്യമായിട്ട് തന്നപ്പോ അതിന്റെ വില മനസ്സിലാക്കാതെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അല്ലെ, വെറുതെ കിട്ടിയ വില മനസ്സിലാവില്ല. മുമ്പ് ചെറുക്കൻ സ്കൂളിൽ പോകാൻ ഭയങ്കര മടി. അപ്പൊ വാപ്പ പറഞ്ഞു തന്നെ ആശാരിപ്പണിക്ക് കൊണ്ടായി തരാറ്. ആശാരിപ്പണിക്ക് പോകുമ്പോ ഉമ്മ പറഞ്ഞു ഉമ്മാനോട്ടി ആശാരിപ്പണിയൊന്നും എടുക്കാനായിട്ടുള്ള പണിയൊന്നും എടുക്കരുത് ഏറെ. അപ്പൊ പിന്നെ ബാപ്പ കൂലി വെച്ചുമ്പോ എന്താ കാട്ടുക? ഉമ്മ തരണ്ട്. അങ്ങനെ ദിവസം പോയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് മുതലടിച്ച് വൈകുന്നേരം വരുമ്പോ ഉമ്മ നല്ല പൈസ എടുത്താണ്ട് ചെറുക്കന്റെ കയ്യിൽ കൊടുക്കും. ചെറുക്കനെ വാങ്ങിയാണ്ട് ബാപ്പാന്റെ കയ്യിൽ കൊണ്ടേയുള്ളൂ. ബാപ്പ അത് വാങ്ങിയിട്ട് ദൂരത്തേക്കാണ് വെച്ചറിയോണ്ട് പോരും ചെയ്യും. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഉമ്മാന്റെ അടുത്ത പൈസ കഴിഞ്ഞു. ഉമ്മ പറഞ്ഞു ഇനി ഉമ്മാനോട്ടി പണിക്കന്നെ ഇപ്പൊ ഉമ്മാന്റെ അടുത്ത് പൈസ അല്ലായിരുന്നു. അതിലോ പണിക്ക് പോയിട്ട് നല്ല അധ്വാനിച്ച് ക്ലേശിച്ച് വിയർപ്പൊഴുക്കിയിട്ട് അങ്ങനെ കൂലിയും വാങ്ങിയിട്ട് ആശാരിന്റെ അടുത്ത് കൂലിയും വാങ്ങി വരുമ്പോ ബാപ്പ എവിടെയാ കൂലി എന്ന് വെച്ചു. ബാപ്പാന്റെ കയ്യിൽ കൊടുത്തു. വാപ്പ പതിവ് പ്രകാരം ദൂരത്തേക്കാണ് വെച്ചറിഞ്ഞപ്പോ കൈക്ക് പിടിച്ചിട്ട് വാപ്പ അത് റിയല്ലോ എന്റെ അധ്വാനാണ് കാരണം. അത്രയും ദിവസം അറിഞ്ഞപ്പോ അവനൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം അമ്മ വെറുതെ ഇങ്ങനെ കൊടുക്കണല്ലേ. അപ്പോ നമ്മൾ അധ്വാനിക്കുമ്പോഴാണല്ലോ വില മനസ്സിലാവുക. ആദം നബി അലൈഹി ഇസ്ലാമിനെ ഹവ്വാ ഉമാനി എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയെ മുഴുവൻ അല്ലാഹു തആല സ്വർഗത്തിലാക്കി. ആ സ്വർഗം സൗജന്യമായിട്ട് കൊടുത്തതാ. അതുകൊണ്ട് വില മനസ്സിലാക്കാതെ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ ഭൂമിക്ക് പറഞ്ഞേക്ക നമ്മളെ എന്തിനു വേണ്ടിയിട്ട്? ഖുൽ ഹബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇഹ്ബിതു മിന്നാ ജമീഅൻ, ഭൂമിക്ക് ഇറങ്ങിപ്പോയി എല്ലാവരും. നമ്മളോട് പറഞ്ഞതാണ് ഫൈമാ യഅതിയന്നകും മിന്നീ ഹുദൻ, എന്റെ വക്കൽ നിന്നൊരു മാർഗദർശനങ്ങൾക്ക് വരാനുണ്ട്. ഫമൻ തബിഅ ഹുദായ, ആ മാർഗദർശനം അനുസരിച്ച് ജീവിച്ചാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾക്ക് ദുഃഖമില്ലാത്ത ഭയമില്ലാത്തൊരു ജീവിതം ഉണ്ടാവുന്ന. ആ ഭൂമിക്ക് നമ്മളെ പറഞ്ഞയച്ചത് എന്തിനാ? സൗജന്യമായിട്ട് കിട്ടിയ സ്വർഗം നമ്മൾ നഷ്ടപ്പെടുത്തിയ സ്വർഗം ഇനി വീണ്ടെടുക്കാൻ നമ്മൾ പണിയെടുക്കണം. ഇനി നമ്മൾ അധ്വാനിക്കണം. ഞാൻ വെറുതെ തന്ന സ്വർഗങ്ങൾ കളഞ്ഞു, നിങ്ങൾ പണിയെടുത്ത് ആ പണിന്റെ ഫലമായിട്ട് അതും അല്ലാഹുവിന്റെ റഹ്മത്ത് അനുസരിച്ച് കിട്ടുള്ളൂ. എന്തായാലും നമ്മൾ അധ്വാനം കൊണ്ട് ഇനി നമ്മൾ സ്വർഗം നേടണം. നമ്മൾ നഷ്ടപ്പെടുത്തി പോകുന്ന സ്വർഗം ഉണ്ടല്ലോ, ആ സ്വർഗം ഇനി നമ്മുടെ അധ്വാനം മുഖേന നമുക്ക് നേടാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ പണി എന്താ? ഇവിടെ സ്വർഗത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി പോകുന്ന സ്വർഗത്തിന് രണ്ടാമത് അർഹത നേടിയിട്ട് ചെല്ലണം. എവിടെ ചെല്ലണമെങ്കിലും അതിൻ്റെതായ ഒരു അർഹത ഉണ്ടാവുമല്ലോ. ആ അർഹത യോഗ്യതയും ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ എവിടേക്കും ചെല്ലാൻ പറ്റില്ല. ചെല്ലണ്ട എവിടെ പോയെങ്കിലും രീതിയിലുള്ള ഒരു യോഗ്യത വേണമല്ലോ. ആ യോഗ്യത, അപ്പൊ സ്വർഗത്തിൽ എത്താനുള്ള യോഗ്യത നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിക്ക് പോകുന്നത്. അതെങ്ങനെ നേടേണ്ടത്? അതിനു വേണ്ടിയിട്ട് ആവശ്യമായ എല്ലാം നമുക്ക് തരുകയും ചെയ്തിട്ടുണ്ട്. അത് നേടാൻ ആവശ്യമായ സകല വസ്തുക്കളും കഴിവും നമുക്ക് തരുകയും ചെയ്തിട്ടുണ്ട്. അതാണ് മനുഷ്യന് വളരണം, സ്വർഗത്തോളം വളരണം, സ്വർഗത്തിൽ എത്താൻ പറ്റുന്ന പാകത്തിൽ മനുഷ്യൻ വളരണം. ആ വളർച്ച നേടാൻ വേണ്ടിയിട്ടാണ് ഭൂമിക്ക് പോകുന്നത്. അതുകൊണ്ടല്ലേ മനുഷ്യനെ മണ്ണോടാ പറിച്ചത്. എന്താ മണ്ണോട് പറിച്ചു പറഞ്ഞതിന്റെ അർത്ഥം? അതിന് പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഒരർത്ഥം മണ്ണ് പ്രൊഡക്ഷനെ സൂചിപ്പിക്കുന്നു, തീയ് ഡിസ്ട്രക്ഷൻ നാശത്തെ സൂചിപ്പിക്കണം. നമ്മൾ കുറച്ച് നെല്ലെടുത്താണ് തീയിൽക്കാണ് കൊണ്ടുപോയിട്ട് കൊടുത്താൽ കത്തി ചാമ്പലാക്കി വെണ്ണൂറാക്കി തരും. അതേ നെല്ല് നമ്മൾ മണ്ണിൽ കൊണ്ടുപോയിട്ട് കൊടുത്താൽ അത് മണ്ണ് വളർത്തി വലുതാക്കി അനേകം നെന്മണികളാക്കി തരും. അപ്പോ തീയ് ഇബിലീസിനെ പറിച്ചിരിക്കുന്നത് തീയോണ്ടാ, മനുഷ്യനെ പറിച്ചിരിക്കുന്നത് മണ്ണോടും. ഇബിലീസിന്റെ സ്വഭാവം നശിപ്പിക്കലാ, മനുഷ്യന്റെ സ്വഭാവം വളർത്തലാ. അതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇബിലീസിനെ തീയുകൊണ്ട് പറിച്ചു അല്ലാഹു തആല. തീയല്ല മുന്തിയത്, മണ്ണാ മുന്തിയത്. പക്ഷെ ഇബിലീസ് വിചാരിച്ചു തീയാ മുന്തിയതെന്ന്. ഇബിലീസിന്റെ ഇബിലീസിനെ അനുസരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആൾക്കാരും മുന്തിയതായിട്ട് കണക്കിലാക്കുന്ന ആൾക്കാരുണ്ട്. ഓരും ചിലപ്പോൾ തീ മുന്തിയതാന്ന് പറയുണ്ടാവും. നാളെ ഫേസ്ബുക്കിലുണ്ടായിരുന്ന ഒരാൾ ഇട്ടിരുന്നു, അഗ്നി എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമാണ്, അഗ്നി ശുദ്ധീകരിക്കുന്ന വസ്തുവാണ്, ഏറ്റവും മുന്തിയതാന്ന് പറഞ്ഞാണ്ട് ഒരാൾ ഫേസ്ബുക്കിൽ. അപ്പോൾ വേറെ ആളതിനോട് റെസ്പോണ്ട് ചെയ്തിരുന്നു, നമ്മളൊക്കെ ശുദ്ധീകരിക്കാൻ വെള്ളം ഉപയോഗിക്കല്, മലമൂത്ര വിസർജനം
വിസർജനം കഴിഞ്ഞിട്ട് അഗ്നിയോട് ശുദ്ധീകരിക്കാൻ ചെന്നാൽ നല്ല മട്ടം ഉണ്ടാവുന്നു. അപ്പോ അത് ഇബിലീസിന്റെ ആൾക്കാരാണ് ഈ അഗ്നിയെ പൂഴ്ത്തുന്ന ഒരു ഇബിലീസിന്റെ ആൾക്കാരാ. അപ്പൊ അഗ്നി എന്ന് പറഞ്ഞാൽ അത് നശിപ്പിക്കും, അതേസമയത്ത് മണ്ണ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കും. ഉൽപാദനത്തെ പ്രൊഡക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ മനുഷ്യൻ വളരാനും അങ്ങനെ വികസിക്കാനും സ്വർഗത്തോളം യോഗ്യത നേടാനും വേണ്ടിയിട്ടാ ഭൂമിക്ക് വന്നിരിക്കുന്നത്. ഇബിലീസ് തീ കൊണ്ട് പടക്കപ്പെട്ടവൻ. ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബിലീസാണല്ലേ പറഞ്ഞത്, ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. എന്നെ പടച്ചിരിക്കുന്നത് തീ കൊണ്ടാണ്, ആദനെ പടച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടാണെന്ന് പറഞ്ഞത്. ഇബ്ലീസിന്റെ വിചാരം തീയാണ് മുന്തിയെന്ന. എന്നാ പടച്ചവനോട് പറഞ്ഞു കൊടുത്തുമില്ല. മണ്ണാണ് മുന്തിയെന്നുള്ള സംഗതി പടച്ചവൻ പറഞ്ഞു കൊടുത്തില്ല. കാരണം മണ്ണ് മണ്ണാണ് മുന്തിയെന്നുള്ള കാര്യം പടച്ചവൻ പറഞ്ഞു കൊടുത്തില്ല. കാരണം പടച്ചവൻ അധികാരമുള്ളവനാണ്. അധികാരമുള്ളവർ കൽപ്പിക്കല്ലേ ചെയ്യുക, കമാൻഡ് അല്ലേ, ഓർഡർ അല്ലേ. അധികാരമുള്ളവർ കൽപ്പിക്കുക ചെയ്യുക, ന്യായം പറഞ്ഞു കൊടുക്കല്ലേ ചെയ്യാം. അല്ലേ, മൂന്ന് ചെറുക്കന്മാർ ഓടിയിട്ട് ബൈക്കുമ്പോൾ അങ്ങനെ പോകുമ്പോൾ പോലീസ് പിടിച്ചു. ബൈക്കുമ്പോൾ പോയാൽ പോലീസ് പിടിച്ചല്ലേ, മൂന്നാൾ ഓടിയിട്ട് പോയാലേ. അങ്ങനെ പോലീസ് പിടിച്ചിട്ട് പിന്നെ പോലീസിനോട് പറയാൻ പറ്റും, സാറേ ഇത് മൂന്നാൾക്ക് പോകാൻ പറ്റുന്ന കോലത്തെ വേണ്ടത്, പിന്നെ ഒരാൾ മാത്രം ഇരുന്നു പോയാൽ അത് നഷ്ടമല്ലേ സാറേ എന്താണ് ഈ പറയുന്നത്? മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റുന്ന കോലത്തിൽ വണ്ടി ഉണ്ടാക്കിയിട്ട് രണ്ടാളെ ഇരുന്ന് പോകാൻ പാടുള്ളൂ പറഞ്ഞാൽ ശരിയാണോ സാറേ ഈ പറയുന്നത് ചോദിച്ചാല് എന്തേ കാലം പോലീസുകാരൻ പറയാ. പോലീസുകാരൻ അതിന്റെ മറുപടി ഒന്നും പറഞ്ഞില്ല. പോലീസുകാരൻ അതിന്റെ പോലെ സ്റ്റേഷനിലേക്ക് കയറി. കാരണം എന്താ വെച്ചാൽ പോലീസിന്റെ അടുത്ത് അധികാരമുള്ളവര് ന്യായം പറഞ്ഞു തരില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന് ന്യായം പറഞ്ഞു കൊടുത്തില്ല. ഇബ്ലീസിനോട് ഇറങ്ങി പോകാൻ വേണ്ടി, സ്വർഗത്തിൽ ഇറങ്ങി പോകാൻ വേണ്ടി പറയാച്ചിട്ട്. അത് നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാല് മനുഷ്യനെ പടച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണ് എന്നതിന്റെ താല്പര്യത്തിൽ ഒരു താല്പര്യം മനുഷ്യൻ വളരേണ്ടവനാ. എവിടത്തോളം വളരണം? സ്വർഗത്തിലെത്താൻ പറ്റുന്ന കോലത്തിൽ വളരണം. കാരണം നഷ്ടപ്പെടുത്തിയിട്ട് പോകുന്നതാണേ. അപ്പൊ ഭൂമിയിലേക്ക് എന്തിനാ മനുഷ്യൻ വന്നിരിക്കുന്നത്? മനുഷ്യന് ഈ യോഗ്യത നേടാൻ വേണ്ടിയിട്ടാ. അടിസ്ഥാനപരമായി ഈ യോഗ്യത നേടാൻ വേണ്ടിയിട്ട്, സ്വർഗത്തിലെത്താനുള്ള വളർച്ച നേടാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രവർത്തന ചെയ്യേണ്ടത്. അത് പ്രവർത്തിക്കാൻ നമുക്ക് അറിയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ അയച്ചെന്നു, പ്രവാചകന്മാരെ അയച്ചെന്നത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പോ ഒരു വിജ്ഞാനം, നമുക്ക് അതിന് പറ്റിയ വിജ്ഞാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗകര്യം ചെയ്തു. മനുഷ്യൻ സ്വർഗത്തിലെത്താൻ പറ്റുന്ന തരത്തിലുള്ള വളർച്ച മനുഷ്യൻ നേടാൻ എന്തു ചെയ്യണം, അതിന് പറ്റുന്ന തരത്തിലുള്ള വളർച്ചയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഗുരുനാഥന്മാരെ അള്ളാഹു തആല പറഞ്ഞയച്ചിരുന്നു. അത് പ്രവാചകന്മാർ മുതൽക്ക് തുടങ്ങിയിട്ട് പിന്നെ പണ്ഡിതന്മാരൊക്കെ അത് പഠിപ്പിച്ചു തരുന്നു. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാല് ആ വിജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ബോധം കുറഞ്ഞു. മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പഠിപ്പിക്കാൻ പറ്റുന്ന വിജ്ഞാനം ഉണ്ടല്ലോ. മെഡിക്കൽ കോളേജിൽ പോയാൽ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ പറ്റുമോ? മെഡിക്കൽ കോളേജിൽ പോയാൽ ഒരാൾ ഡോക്ടറാവും, MBBS പഠിച്ചുകൊണ്ട് ഡോക്ടറാവും. ഒരു ശരീരത്തെപ്പറ്റി അറിയും, ശരീരത്തിന്റെ ഘടന അറിയും, ശരീരത്തെ രോഗം എങ്ങനെ ബാധിക്കുമെന്നറിയും, അതിന്റെ മരുന്ന് എന്താന്ന് നോക്കാറിയും. പക്ഷേ ഈ മനുഷ്യൻ ആരോഗ്യത്തോടുകൂടി ജീവിക്കേണ്ടതിന്റെ ലക്ഷ്യം മെഡിക്കൽ കോളേജിൽ പോയാൽ പഠിക്കൂല. എഞ്ചിനീയറിംഗ് പോയാലും പാലുണ്ടാക്കാനും റോഡുണ്ടാക്കാനും പലതും പഠിക്കും. പക്ഷേ ആ പാലത്തുമ്പോൾ കൂടെ പോണ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നത് പഠിക്കൂല. ഈ ലോകത്ത് എവിടെ നമ്മളൊന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെക്കുലർ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ എവിടെ പോയാലും, അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നും പഠിച്ചാൽ ജീവിതത്തിന്റെ ലക്ഷ്യം അറിയില്ല. ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ അതിന് ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. MBBS-കാരനായിട്ട് പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ ജോലി ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് മുമ്പിലേക്ക് ജീവിക്കാം. പക്ഷെ ജീവിതം എന്തിനാണെന്ന് അവിടെ പഠിപ്പിക്കൂല. മനുഷ്യനെ പറ്റി തന്നെ നേരെ മനസ്സിലാക്കാൻ പറ്റൂല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ആത്മാവും കൂടിയവനാ, അല്ലേ? 3 ഭാഗം കൂടിയവനാ മനുഷ്യൻ. ശരീരവും മനസ്സും ആത്മാവും 3ഉം കൂടിയ ഒരു സംഘാതമാണ് മനുഷ്യൻ. പക്ഷെ ആത്മാവിനെ പറ്റി മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കോ? ആത്മാവിനെ പറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കോ? ആത്മാവിനെ പറ്റി IAS-കാരനായ പഠിപ്പിക്കോ? അവിടെ ഒന്നും ആത്മാവിനെ പറ്റി പഠിപ്പിക്കൂല. മനുഷ്യൻ യഥാർത്ഥത്തിൽ അവനെ എന്ന് പറഞ്ഞ അവന്റെ ആത്മാവല്ലേ പ്രധാനം, അല്ലെ? ഭർത്താവ് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്ത് ഭാര്യ നേരങ്ങളിൽ കൈയും കെട്ടിയിട്ട് നെലൊളിച്ച് പറയണച്ചുള്ളവർ പോയല്ലോ നീ ചാരാണ് എന്ന് പറയുമ്പോൾ ആളുകൂടെ കിടക്കുന്നുണ്ടാവും. ആളുകളെ കടക്കണ നേരത്താ പറയുന്നത് ഇവിടെ ഉണ്ട്, അല്ലെ? ഇവിടെ കടക്കുന്നുണ്ട്. അപ്പോഴാ പറയണ ചെള്ളൂർ പോയല്ലോ നീച്ചാരാണ് നടന്നു വിളിച്ചു. പിന്നെ ആരെ പോയി? ഇവിടെ ഉണ്ടല്ലോ. ആ പോയോണ്ടല്ലോ, ആ പോയതാ പ്രധാനം. മനുഷ്യന്റെ ആത്മാവ് ഉണ്ടല്ലോ, ആ ആത്മാവോ പ്രധാനം. ആത്മാവ് പ്രധാന എന്നുള്ള സംഗതി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കുഴപ്പം. ഇപ്പൊ ഞാൻ നാളെ ഇവിടെ ഈ UDF-ന്റെ മദ്യനയം വന്ന സമയത്ത് ഇവിടെ ഒരു സ്ഥലത്ത് നമ്മളെ നാടിന്റെ അടുത്തൊരു സ്ഥലത്ത് വേങ്ങൂര് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളിൽ വെച്ചിട്ട് വലിയ പരിപാടിയാണ്, ഒരു ചർച്ച.
ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു. അവിടെ ആത്മഹത്യ ചെയ്ത സ്ത്രീ, അപ്പൊ ആത്മഹത്യയും അതുപോലെ മദ്യ നയത്തെ ഇത് രണ്ടും പാടെ കൂടിയിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ പിന്നെ ഒരു മുൻ MLA ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചു ആദ്യം പറഞ്ഞു മദ്യപാനത്തെ പറ്റി, മദ്യനിരോധം വേണോ മദ്യവർജനം വേണോ? മദ്യവർജന വേണ്ടത്, മദ്യനിരോധമല്ല വേണ്ടത്. മുമ്പ് അഭിപ്രായം മദ്യനിരോധം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. മദ്യനിരോധം കൊണ്ട് മാഫിയ കൂടും, കളവാറ്റ് കൂടുന്നല്ല, പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. അവിടെ മദ്യനിരോധം കൊണ്ട് പ്രയോജനമൊന്നുമില്ല, മദ്യവർജനമുണ്ട്. മദ്യവർജനത്തിന് എന്ത് ചെയ്യണം? ആളുകളെ ബോധവൽക്കരിക്കണം. അങ്ങനെ ബോധവൽക്കരിച്ചുകൊണ്ട് ആളുകൾക്ക് മദ്യത്തിന്റെ ദൂഷ്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. പിന്നെ ആത്മഹത്യയെ പറ്റി മുമ്പ് നിലവിലുള്ള വ്യവസ്ഥിതിയുടെ പ്രത്യാഘാതം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രസംഗിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു മദ്യവർജനം വേണോ മദ്യനിരോധനം വേണോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. ഇദ്ദേഹം പറഞ്ഞ മുൻ MLA പറഞ്ഞത് മദ്യവർജനാണ് വേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? ബോധവൽക്കരണം നടത്തണം. പക്ഷെ ബോധവൽക്കരിക്കണമെങ്കിൽ ബോധം വേണ്ടേ? ബോധമില്ലാത്തവനെ ബോധവൽക്കരിക്കാൻ പറ്റുമോ? ബോധവൽക്കരിക്കണമെങ്കിൽ ബോധം വേണമെങ്കിൽ കുടിക്കാതെക്കണമെങ്കിൽ കിട്ടാതെക്കണമെങ്കിൽ നിരോധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പിന്നെ ഞാൻ ആത്മഹത്യയെ പറ്റി പറഞ്ഞു. ആത്മഹത്യ എന്ന ആശയം അത് വ്യവസ്ഥിതിയെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മഹത്യ ഇല്ലാതാവണമെങ്കിൽ ആത്മഹത്യ ഇല്ലാന്ന് മനസ്സിലാക്കണം. ആദ്യം മനസ്സിലായില്ലെങ്കിൽ ആത്മഹത്യ ഇല്ലാതാവണമെങ്കിൽ ആത്മഹത്യ എന്ന ഒന്ന് ഇല്ലാന്ന് മനസ്സിലാക്കണം. ആത്മാവിനെ ഹനിക്കാൻ പറ്റൂല. എങ്ങനെയാണ് ആത്മഹത്യ ഉണ്ടാവണത്? ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റൂല. ആത്മാവ് ദേഹി നിത്യം അവദ്ദേയം ദേഹോ സർവസ്യ ഭാരത തസ്മായി ഭൂതാനി സർവാനി നത്വം സോചിതുമർഹസി. ദേഹി നിത്യമാണ്. ദേഹമാണ്, ദേഹത്തെ നശിപ്പിക്കാൻ പറ്റുള്ളൂ, ദേഹിയെ നശിപ്പിക്കാൻ പറ്റൂല. ദേഹി എന്ന ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റൂല. ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നത് തന്നെ ആത്മഹത്യ ഇല്ല എന്നുള്ളതും തെളിവാണ്. എങ്ങനെ തെളിവാകുക? എന്തിനാ ഇപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്യുക? ഇപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്യണത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിന്ന് കഴിച്ചിലാവാനല്ലേ? ഇപ്പൊ കർഷകർ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഓന്റെ ഇടങ്ങേർന്ന് കഴിച്ചിലാകാനല്ലേ? മോചനം കിട്ടാനല്ലേ? മോചനം കിട്ടാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ മോചനം വാങ്ങണോ വേണ്ട? പിന്നെ മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ആർക്കായി മോചനം കിട്ടുക? അതോടുകൂടി ഒക്കെ കഴിഞ്ഞു പറഞ്ഞ പിന്നെ മോചനം കിട്ടലില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആത്മഹത്യ ചെയ്യണതിന്റെ അർത്ഥം തന്നെ ആത്മഹത്യ ഇല്ല എന്നാണ്. ആത്മാവിനെ ഹനിക്കാൻ പറ്റൂല. അത്രത്തോളം ശക്തമായ ഒരു ഘടകം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന കാര്യം മെഡിക്കൽ കോളേജിൽ പോയാൽ പഠിക്കൂല, എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാൽ പഠിക്കൂല, MBA-കാരനായാൽ പഠിക്കൂല, MCA-കാരനായാൽ പഠിക്കൂല, IAS-കാരനായാൽ പഠിക്കൂല. നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ട് എന്നുള്ള ഒരു സംഗതി അത് എവിടുന്നാ കിട്ടുക? അത് എവിടുന്നാ മനസ്സിലാക്കാൻ പറ്റുക? അത് മതകേന്ദ്രങ്ങളിൽ നിന്ന്, മതസ്ഥാപനങ്ങളിൽ നിന്ന്, മതഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കിട്ടുക. നമ്മൾ ചിന്തിക്കണ എന്താ? ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കണ എന്താ? മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതൊക്കെ അത്രയൊക്കെ മതി, ചേർക്കാം, മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടർ ആയിക്കോട്ടെ എന്നല്ലേ നമ്മൾ ചിന്തിക്കണത്? ഡോക്ടർ ആകണ്ടെന്നല്ലേ പറയുന്നത്? പക്ഷെ ഇത് മനസ്സിലാക്കണ്ടേ, ഇത് പഠിക്കണ്ടേ, ഇത് വലിയ വിദ്യാഭ്യാസമാണെന്ന് മനസ്സിലാക്കണം. ഇതാണ് വലുതെന്ന് നമ്മൾ മനസ്സിലാക്കണില്ല. അവിടെയാണ് തെറ്റ്. മറ്റതൊക്കെ പഠിക്കണം, അത് ദുനിയാവിന്റെ കാര്യമല്ലേ. അതുകൊണ്ട് അതാ വലുതെന്ന് എങ്ങനെ ചിന്തിക്കാം? മെഡിക്കൽ കോളേജിൽ പോയി പഠിക്കലാണ് വലുതെന്ന് ചിന്തിക്കല്ലേ. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തില് ഞാനൊക്കെ ചെറിയ കുട്ടിയുന്ന സമയത്ത് ഉമ്മ മദ്രസ ഇട്ടിട്ടും പോകുന്നതുകൊണ്ട് സ്കൂൾക്കൊന്നും പോകണ്ട. ബാപ്പാക്ക് കഞ്ഞിയിട്ട് വേണം പറമ്പിലേക്ക് പറയും. ബാപ്പ പണിയെടുക്കാൻ പോയിട്ടുണ്ടാവും, ജോലി ചെയ്യാൻ പോയിട്ടുണ്ടാവും. അപ്പൊ ജോലിക്ക് പോയ ബാപ്പാക്ക് കഞ്ഞി ഉണ്ടായി കൊടുക്കണം. അവിടെ ഉമ്മാന്റെ കുട്ടിയിൽ സ്കൂളിലേക്ക് ഒന്നും പോകണ്ട, മദ്രസ മുടക്കണ്ട പറയും. അതാ പഴയ ആൾക്കാർക്ക് മനസ്സിലായിരുന്നു ഏത് വിദ്യാഭ്യാസം വലിയവനേ. പക്ഷെ നമുക്ക് അത്യാവശ്യം അനുഗ്രഹമൊക്കെ കിട്ടിയപ്പോ, കുറെ പൈസയൊക്കെ ഉണ്ടായപ്പോ, സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടപ്പോ നമ്മൾ ചിന്തിക്കണത് എന്താ? മദ്രസ വിദ്യാഭ്യാസം അല്ല വലുത്, ഈ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും യൂണിവേഴ്സിറ്റി അതൊക്കെ വലിയതെന്ന് ചിന്തിക്കുക. അത് വേണ്ടാന്നല്ല, ഏതാ വലിയതെന്ന് ചിന്തിക്കണതിനെ പറ്റി ഞാൻ പറഞ്ഞത്. ഏതാ വലിയതെന്ന് ചിന്തിപ്പോ നാള് ഒരു സ്ഥലത്ത് കുട്ടികളൊക്കെ മദ്രസയ്ക്ക് വരാതെ മദ്രസ ഇങ്ങനെ ശുഷ്കിച്ചു വരികയാണ്. അവിടെ പോയിട്ട് ഞാൻ പ്രസംഗിച്ചപ്പോ രക്ഷിതാക്കളെ കൂട്ടിയിട്ട് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു, അവനാന്റെ വാപ്പ കൊരങ്ങാന്ന് അവനാന്റെ വല്യാപ്പ കൊരങ്ങാന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ വലുത്, അവനാന്റെ വല്യാപ്പ ആധുനികന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ വലുത് എന്ന് ഇപ്പൊ ആലോചിച്ചോളി പറഞ്ഞു. ഏത് വിദ്യാഭ്യാസം വലുത്? മറ്റേ വിദ്യാഭ്യാസം വേണ്ടെന്നല്ല. സ്കൂളിൽ പോയാൽ പിന്നെ ഡാർവിനിസം പഠിപ്പിക്കും. ഡാർവിനിസം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ നമ്മളിപ്പോ കുരങ്ങിയിരുന്നു, കുരങ്ങൻ പരിണമിച്ചിട്ടാ മനുഷ്യൻ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയപ്പ കുരങ്ങൻ. അപ്പൊ നമ്മളെ വലിയപ്പ കുരങ്ങനാന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഒരു ഭാഗത്ത്, നമ്മളെ വലിയപ്പ ആധുനികന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഒരു ഭാഗത്ത്. ഏതാപ്പം മുന്തിയത്?
മറ്റത് പഠിക്കേണ്ടതല്ല, പഠിക്കണം, പരീക്ഷ എഴുതണമെങ്കിൽ പഠിക്കണ്ടേ, നന്നായിട്ട് പഠിക്കണം, പരീക്ഷ എഴുതും വേണം, മാർക്ക് വാങ്ങും വേണം. പക്ഷെ ഇതിപ്പം മനസ്സിലാക്കേണ്ടത് എന്താ? കൊരങ്ങനല്ല നമ്മളെ വല്യാപ്പ ആദം നബിയാണ്. അങ്ങനെ അപ്പൊ വല്യാപ്പ ആദം നബിയാന്നുള്ള ബോധം വേണമെങ്കിൽ മറ്റത് മാത്രം പോകും പഠിച്ചു പോയാൽ സ്കൂളിൽ പോയങ്ങാണ്ട് വല്യാപ്പ കൊരങ്ങനാന്നും പഠിച്ചുകൊണ്ട് നിന്നു. ഇപ്പുറത്തെ ആദം നബിയാണ് പഠിക്കാനുള്ള ചാൻസ് ഇല്ലെങ്കിൽ പിന്നെ കൊരങ്ങനാ വിചാരിച്ചിങ്ങനെ നടക്കും. അതന്നെ. അപ്പൊ അത് പഠിക്കണം. പക്ഷെ ഇത് അതുകൊണ്ട് അത് തിരുത്തണം. അപ്പൊ മനുഷ്യന്റെ ഒരുപാട് തെറ്റായ എന്തെല്ലാം വിദ്യാഭ്യാസം നമ്മൾ പഠിപ്പിക്കണേ. ഇപ്പൊ ഞാൻ കോളേജിൽ പഠിപ്പിക്കണ അധ്യാപകനാ. പിന്നെ നജാദ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള സ്ഥാപനത്തിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ് ഞാൻ ഇംഗ്ലീഷിൽ കുട്ടികളെ എന്തൊക്കെ പഠിപ്പിക്കലുണ്ട്. നമ്മൾ പഠിപ്പിക്കണ പലതും നമുക്ക് യോജിക്കാൻ പറ്റണമെന്നല്ല, പലതും നമ്മൾ പഠിപ്പിക്കണമെന്ന് യോജിക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ ഒരിക്കൽ പിന്നെ എന്താ നമ്മൾ പഠിക്കണം എന്താ, എല്ലാ മനുഷ്യന്മാരും തുല്യരായിട്ടാണ് ജനിക്കണതെന്ന്. ഓൾ മെൻ ആർ ബോൺ ഈക്വൽ. എല്ലാ മനുഷ്യന്മാരും തുല്യരായിട്ടാണ് ജനിക്കണതെന്ന് ഞാൻ പഠിപ്പിക്കണം. ഞാൻ കുട്ടികളോട് പറയും ഇതൊന്നും ശരിയല്ല, നല്ല പഠിച്ചിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടു മാർക്കും വാങ്ങിക്കൊണ്ടു, പക്ഷെ ഇത് ശരിയല്ല എന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞു. എല്ലാ മനുഷ്യന്മാരും തുല്യരായിട്ടാണ് ജനിക്കുന്നത്. എല്ലാ എവരി മാൻ ഈസ് ബോൺ അണീക്ക് എന്നാ പഠിപ്പിക്കേണ്ടത്. ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി വെച്ചാൽ പിന്നെ നമ്മൾ പഠിപ്പിക്കണ്ടേ? യൂണിവേഴ്സിറ്റി പിന്നെന്താ ടെക്സ്റ്റ് വെച്ചാൽ പിന്നെ നമ്മൾ പഠിപ്പിക്കണല്ലോ. എല്ലാ മനുഷ്യന്മാരും തുല്യരായിട്ട് ജനിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കണ പാഠപുസ്തകങ്ങളുണ്ട്. ശരി. അപ്പൊ അത് ഓരോ മനുഷ്യനും അതുല്യരായിട്ടല്ലേ ജനിക്കുന്നത്. അതുല്യരായി ജനിക്കണോണ്ട് അല്ലെങ്കിൽ ഈ ആധാർ എടുക്കുന്ന സമയത്തും ഐഡന്റിറ്റി എടുക്കുന്ന സമയത്തൊക്കെ എന്തിനാ ഈ കയ്യിന്റെ അരല് തണ്ട് നമ്മളെ കയ്യിന്റെ അരലിന്റെ അടയാളം എടുക്കണത് എന്തിനാ? നമ്മളെ കണ്ണിന്റെ അടയാളം എടുക്കണത് എന്തിനാ? ഓരോ മനുഷ്യനും അതുല്യനായതുകൊണ്ടല്ലേ. ഓരോ മനുഷ്യനും അതുല്യനാ. എവരി മാൻ ഈസ് ബോൺ അണീക്ക് എന്നാ പഠിപ്പിക്കണം. ഓരോരുത്തരും തുല്യരല്ല, എല്ലാവരും തുല്യരല്ല, ഒക്കെ വ്യത്യസ്തരാ. മനുഷ്യന്മാരൊക്കെ വ്യത്യസ്തരാണെന്ന് പഠിപ്പിക്കണ്ടേ? പക്ഷെ നമ്മൾ പഠിപ്പിക്കേണ്ടതൊക്കെ എങ്ങനെ പലതും പഠിപ്പിക്കേണ്ടത്. എന്നിട്ട് പിന്നെ പഠിപ്പിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരേപോലെ തന്നെയാണ്. ഒരു കുട്ടികളോട് ഞാൻ പറയും കുട്ടികളെതൊന്നും ശരിയല്ല അറിയും. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, നമുക്ക് അവസരങ്ങളോട് പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റൂലല്ലോ, പലരും അങ്ങനെ പറഞ്ഞു കൊടുക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും ഈ പറയണമെന്നോ ശരിയൊന്നുമല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമാതിരിയൊന്നുമല്ല, ആണും പെണ്ണ് രണ്ടും വേറെ തന്നെയാണ്, അങ്ങനെ വ്യത്യാസമൊക്കെ ഉണ്ട് എന്ന് പറയും. അപ്പൊ കുട്ടികൾ ചോദിക്കാല്ല എന്താ സാറേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. വ്യത്യാസം താങ്കൾക്ക് മനസ്സിലാണ്ടില്ലേ? അപ്പൊ ഞാൻ ഒരു അല്ലാതെ ഇറങ്ങിച്ചപ്പോ ഞാൻ ഒരു ആൺകുട്ടിനെ വിളിച്ചു, കുട്ടിയോട് അന്നാറുന്നു. ആൺകുട്ടിനെ വിളിച്ചാണ്ട് ഞാൻ ഇങ്ങനെ അണച്ചുകൂട്ടി പിടിച്ചുകൊണ്ട് ഇനി പോയിരുന്നു പറഞ്ഞു. എന്നിട്ട് പെൺകുട്ടികളോട് അറിഞ്ഞു നിങ്ങൾ വരുന്നു പറഞ്ഞു. അല്ല ഒരേ മാതിരിയാണ് എന്താ നിങ്ങൾ വരാത്തത്? നിങ്ങൾ വരുന്നില്ല, വേറെ വിളിച്ചപ്പോൾ വരും ചെയ്തില്ലേ? എന്താ കാരണം? വ്യത്യാസമുള്ളത് കൊണ്ടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇങ്ങനെ പലതും പഠിപ്പിക്കും. ഈ പഠിപ്പിക്കണമൊക്കെ സെക്യുലർ എഡ്യൂക്കേഷൻ നടത്തപ്പെടുന്ന വിദ്യാലയങ്ങളിൽ ഇങ്ങനെ പലതും പഠിപ്പിക്കും. ആ പഠിപ്പിക്കണമൊക്കെ നമ്മൾ പഠിക്കണം, പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതണം, നന്നായിട്ട് മാർക്ക് വാങ്ങണം, എന്നിട്ട് മനസ്സിൽ നിന്ന് ഒഴിവാക്കും വേണം. പക്ഷെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? അത് ശരിയല്ല എന്ന് മനസ്സിലാക്കണ്ടേ? അതിന് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിക്കുന്ന കലാലയത്തിൽ പഠിപ്പിക്കണം. നമ്മളെ 7ാം ക്ലാസ് കഴിഞ്ഞാൽ ചെറുക്കം വന്നിട്ട് ഉമ്മാനോട് പറയും ഞാൻ ഇനി മദ്രസയ്ക്ക് പോകില്ലാറെ. അപ്പൊ പണ്ടത്തെ ഇപ്പോഴത്തെ തമ്മിൽ വ്യത്യാസമുണ്ട്. പണ്ടത്തെ അമ്മയാണ് ഇജെന്താടാ പോകാത്തത്, നടക്കും മദ്രസയ്ക്ക് മര്യാദക്ക് നടന്ന മദ്രസയ്ക്ക് പറഞ്ഞ ചുള്ളലെടുത്താണ്ട് കൊണ്ടുപോയിട്ട് മദ്രസയ്ക്ക് ആക്കിയിട്ട് ഉസ്താദിന്റെ അടുത്ത് ഉണ്ടാക്കിയിട്ട് പറയും ഇവന് മദ്രസയ്ക്ക് പോകാൻ കളവാട്ടിക്കുന്നു അവനെ കണ്ട് കൊടുക്കൊണ്ട് പറയും. പിന്നെ ഇപ്പോഴത്തെ അമ്മയാണെങ്കിലോ അമ്മയാണെങ്കിൽ ആഞ്ഞു മദ്രസയ്ക്ക് പോകില്ല, ഇച്ചു പോകാൻ പറ്റൂല. പറഞ്ഞാൽ എന്താണ് ഇത് പോകാത്തത്? ഇച്ച് പിന്നെ സ്കൂളിൽ അസൈൻമെന്റ് ഉണ്ട്, പ്രൊജക്ട് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്, അവിടെ ഒക്കെ പാടാൻ വെച്ചു പറ്റൂല, അവിടെ ഇച്ചിന് മദ്രസയ്ക്ക് പോകാൻ പറ്റൂല. അപ്പൊ ഇപ്പോഴത്തെ അമ്മയാകുമ്പോ ഇജ് പോകില്ല പറഞ്ഞപ്പോ ഞാനെന്താ കാട്ടുന്നത്? ഞാനവിടെ ഒതുക്കും. പ്രഥമയല്ലേ സൈക്കോളജിക്കലായിട്ടല്ലേ എമാര് പെരുമാറില്ല, അതുകൊണ്ട് വളരെ മനഃശാസ്ത്രപരമായിട്ടല്ലേ പെരുമാറുക. അപ്പൊ അതുകൊണ്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. അതോടുകൂടി 7ാം ക്ലാസ് കഴിഞ്ഞു, ചെറുക്കന്റെ മദ്രസ മുടങ്ങി. അങ്ങനെ നല്ലോണം പഠിച്ചു. രണ്ടും തമ്മിൽ വ്യത്യാസം ആലോചിച്ചു നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മളെ സ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം. ഇപ്പോ ചെറുക്കൻ അങ്ങനെ 7ാം ക്ലാസ്സോടുകൂടി മദ്രസ മുടങ്ങി, അങ്ങനെ നല്ലോണം പഠിച്ചു. SSLCക്ക് റിസൾട്ട് വന്ന സമയത്ത് എല്ലാറ്റിലും A+. അത് മാത്രം പഠിച്ചാൽ മതിയല്ലോ, എല്ലാ വിഷയത്തിലും A+. അതോടുകൂടി അവന്റെ ഫ്ലക്സ് റൂട്ടിന്റെ അകത്ത് ഫ്ലക്സ് പൊന്തി, അവന്റെ ഫോട്ടോ ഒക്കെ ഉള്ള ഫ്ലക്സ് റൂട്ടിന്റെ അകത്ത് പൊന്തി, എല്ലാ വിഷയത്തിലും A+ ഇട്ടിരിക്കല്ലേ. അങ്ങനെ എല്ലാവരും പാടെ കൂടിയിട്ട് അവനെ ആശംസിച്ച്, അവനെ അഭിനന്ദിച്ച്, അവനെ അനുമോദിച്ച് ഓനങ്ങോട്ട് വലുതായി. പിന്നെ കുടുംബത്തിലുള്ളവരൊക്കെ പാടെ കൂടി ചേർന്നാണ്ട് A+ ഇട്ടിക്കാണ്ട് ബിരിയാണിയൊക്കെ ചെയ്യാണ്ട് വിരുന്നൊക്കെ ഉണ്ടാക്കി ഒക്കെ ഉണ്ടായിക്കോട്ടൊക്കെ വേണം. A+ കിട്ടണം ഉണ്ടാന്നല്ലേ ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം +1 +2 A+ തന്നെ ഇതേപോലെ തന്നെ ചെറുക്കനോടെ പ്ലസ് ഒക്കെ പൊന്തി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞു. ഡിഗ്രി പഠിച്ചിട്ട് അതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി വാപ്പാൻ്റെ കുട്ടിക്ക് എന്താ പഠിച്ചേണ്ടതെന്ന് വാപ്പ ഗൾഫിൽ നിന്ന് ഇനി IAS വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പോയിക്കോ, കാരണം നല്ല ചെറുക്കനല്ലേ, ബുദ്ധിയുള്ളവനാണ്, പഠിക്കാൻ സാമർത്ഥ്യമുള്ളവനാണ്, ഉത്സാഹമുള്ളവനാണ്. അങ്ങനെ ഉത്സാഹമായിട്ട് IAS വേണമെന്ന് പറഞ്ഞു. IAS പറഞ്ഞാൽ മുന്തിയതല്ലേ, ഇന്ത്യ രാജ്യത്തെ
27 തരത്തിലുള്ള വലിയ ജോലികൾ ഇന്ത്യ രാജ്യത്ത് 27 തരത്തിലുള്ള വലിയ ജോലി IAS കൊടുക്കുക. വലിയ ജോലിയാണ് ജില്ലാ കലക്ടർക്ക് മാതിരിയുള്ള വലിയ ജോലിയെ കിട്ടാം. അങ്ങനെ IASന്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ടും പോയി. IASന്റെ കോച്ചിങ് നന്നായിട്ട് കിട്ടിയിട്ട് IASന്റെ കോച്ചിങ് കിട്ടിയിട്ട് അതിന്റെ ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രിലിമിനറി പാസ്സായി. വീണ്ടും പഠിച്ചുകൊണ്ട് IASന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള മെയിനും പാസ്സായി. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് വളരെ പെട്ടെന്നൊന്നും പാസ്സാവില്ല. ഭയങ്കര ചോദ്യക്കായി അതിനൊക്കെ ഉത്തരം പറയാൻ നിശ്ചയം ഉണ്ടാകണം, നല്ല മെനക്കെടണം. നെറ്റിന്റെ മുമ്പിൽ ഇരുന്നിട്ടും പിന്നെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിച്ചിട്ടും പഠിച്ചിട്ടും അത് തൊഴിൽ വാർത്തി അതും ഇതൊക്കെ വായിച്ചിട്ടും പഠിച്ചിട്ടും അങ്ങനെ നിരന്തര അധ്വാനം ഉറക്കൊഴിച്ചുകൊണ്ടൊക്കെ പരിശ്രമിച്ചിട്ട് അവസാനം IASന്റെ ഇന്റർവ്യൂവും പാസ്സായി IAS കാരനായിട്ട് പാലക്കാട് ജില്ലാ കലക്ടർ. ചെറുക്കം പാലക്കാട് ജില്ലാ കലക്ടറായില്ലേ. പാപ്പ ഗൾഫിൽ നിന്ന് ഒരൊറ്റപ്പോലെ ഞാൻ ഇതിനവിടെ വേലും കൊണ്ടുവെക്കണം, എന്റെ മോൻ കലക്ടറേക്കണതാണ്. അങ്ങനെ മൂപ്പര് വന്നുകാണ്ട് പേരൊക്കെ വലിയതാക്കി ചെറുക്കനെ കൊണ്ട് നല്ല പെണ്ണൊക്കെ കെട്ടിച്ച് കലക്ടറേക്കല്ലേ. അങ്ങനെ ഇടക്കിടക്ക് പേപ്പറിലെ ഫോട്ടോ കാണും, കലക്ടർ ഉദ്ഘാടനം ചെയ്യുന്നു, കിഴികലായ്മയിലേക്ക് ഇരുന്നാണ് മൂപ്പര് കണ്ടില്ലേ നമ്മളെ മോനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലക്ടറല്ലേ. അങ്ങനെ ഉഷാറായിട്ട് അങ്ങനെ പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പാപ്പാക്ക് സുഖ ഇല്ലാതായി, പാപ്പ അങ്ങനെ മരിച്ചു. പിന്നെ കലക്ടറായിട്ട് മകൻ അങ്ങനെ മുന്നോട്ട് പിന്നെ ഇങ്ങനെ വർഷങ്ങൾ അങ്ങനെ പോവുക. വർഷങ്ങൾ 1, 2, 3, 4 അങ്ങനെ പോവാണ്. എല്ലാവർക്കും ഒപ്പം തന്നെ പോവുക. കലക്ടർക്കും മക്കളുള്ളവർക്കും ഒപ്പം തന്നെയല്ലേ കൊല്ലം. ഏതായാലും അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കലക്ടർ റിട്ടയർഡായി, മുൻ ജില്ലാ കലക്ടർ. അതും മോശമൊന്നുമല്ല, മുൻ ജില്ലാ കലക്ടർ അല്ലേ. അങ്ങനെ പിന്നെ കുറച്ചു നേരം അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സുഖമില്ലാതാകാൻ തുടങ്ങി. അങ്ങനെ അവസാനം കലക്ടർ മയ്യത്തായി. എല്ലാവരും മയ്യത്തായി. ഇന്നൊക്കെ മയ്യത്തും ഇന്നഹും മയ്യത്തും എന്നല്ലേ, എല്ലാവരും മയ്യത്താവും. ജില്ലാ കലക്ടർ മയ്യത്തായി. ജില്ലാ കലക്ടർ മയ്യത്തായാലും നമ്മൾ മയ്യത്തായാലും വ്യത്യാസം ഉണ്ടാവും. പിന്നെ വലിയ കലക്ടറായ ആൾക്കാരും വന്ന് സംഘം എന്നെ റീത്തൊക്കെ പൂവൊക്കെ കൂടി മേതുകൂടി കൊണ്ട് നമ്മൾ ഈശ്വരനെ മേത്തിരുന്ന വ്യക്താവുന്ന നമ്മൾ പറയില്ലേ, ആയിക്കോട്ടെ കലക്ടറല്ലേ പൂവൊക്കെ പാടക്കൊണ്ടേ മേതുകൂടി ഇടും. അങ്ങനെ ഇടങ്ങേറാക്കി സ്ഥാനങ്ങൾ മാറും. ചെയ്യുന്ന സമയത്ത് ആകാശത്തേക്ക് വെടിയും പൊട്ടിച്ചും നമ്മളാവുമ്പോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ജില്ലാ കലക്ടർ മയ്യത്തായി അങ്ങനെ കൊണ്ടുപോയിട്ട് കവറിലവിടെ വെച്ചു 6 അടി മണ്ണിൽ. ഒരു 5-6 അടി താഴെ, വലിയ ദൂരമൊന്നുമല്ല, പക്ഷെ ലോകം മാറിയിക്കണേ. ഒരു 5-6 അടി താഴെ വലിയ ദൂരമൊന്നുമല്ല, ലോകം മാറിയിക്കണേ. ആ ലോകത്തിന് പരലോകം എന്നാ പറയാം. അങ്ങനെ അവിടെ ചെന്നിട്ട് മയ്യത്തൊക്കെ മറവീത് നമ്മളിങ്ങനെ പോന്നിട്ട് അനുശോചനയോഗം നടക്കുകയാണ് ഇവിടെ. അദ്ദേഹം ജില്ലാ കലക്ടർ എന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അസംഖ്യങ്ങളാണ്, ഒരിക്കലും നമുക്ക് മറക്കാൻ പാടില്ലാത്തതാണ്. ഈ ജില്ലയുടെ മുഖച്ഛായ മുഴുവൻ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലാണ് മാറിയിരിക്കുന്നത്. ഈ ജില്ലയിലെ ഓരോ മണൽത്തരികളും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നിന്നുകാണ്ട് MLA-മാരും MP-മാരും മുതലാളിമാരും കോൺട്രാക്ടർമാരും ഒക്കെ പ്രസംഗിക്കല്ലേ. അപ്പോൾ അവിടെ കിടക്കുന്ന 6 അടി മണ്ണിലാ കിടക്കുന്നത് സാധു. അവിടെ കിടക്കുന്ന സമയത്തേ നമ്മളവിടെ പോന്നു കഴിക്കണല്ലോ, മലക്കുകൾ വന്നിട്ടുണ്ടാവും. മലക്കുകൾ വന്നാണ്ട് ചോദിക്കാണ്, ഇതാ ജാക്കൽ മലക്കാനിൽ മുവക്കലാനിൽ ഹായിലാനിൽ അലീമാനി അല്ലെ. ചോദ്യം വായിക്കാവോ അജിരസാക്കാവോ സഹലാക്ക. എണീറ്റിരുത്തിയാണ്ട് ഉണർത്തി എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ചോദ്യം ചോദിക്കാണ്, മൻ റബ്ബുക മൻ നബിയുക മാ ദീനുക. ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഓനൊരു പിടുത്തവും കിട്ടുന്നില്ല. ആ 7ാം ക്ലാസ് നിർത്തിയതാണേ. 7ാം ക്ലാസ്സിൽ നിന്ന് നിർത്തിയിട്ട് പിന്നെ അത് ചിന്തിച്ചിട്ടില്ല, വൈകോട്ട് പോയിട്ടില്ല. ഓനത് വിഷയമല്ല. IASന്റെ കോച്ചിങ്ങിന്റെ ഇടയിൽ ഒന്ന് മൻ റബ്ബുക്കെ. ഓന് വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കാല്ലേ, അതിന്റെ ഇടയിൽ എന്ത് മൻ റബ്ബുക്കെ. ഓൻ ഈ വിഷയം ചിന്തിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല. പിന്നെ അവിടെ ചെന്നിട്ട് അപ്പൊ ഇത് കേൾക്കണത് മൻ റബ്ബുക. ചോദ്യം ചോദിച്ചിട്ട് ഓന് പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ കണ്ണും തുറപ്പിച്ച് വീണ്ടും മലക്കുകൾ ചോദ്യം ആവർത്തി. ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാനുള്ളത് ഇവരുണ്ടോനാ IAS ആശ്രയിക്കണത്. നയാഗര വെള്ളച്ചാട്ടം എവിടെയെന്ന് ചോദിച്ചാൽ അപ്പ പറയും അല്ലേ. എന്താ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദി ജനത്തി എത്ര പറയും. മോഡിയുടെ ജനതീതി ഇപ്പൊ നോക്കാതെന്ന് പറയും. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ എത്രാമത്തെ പ്രസിഡന്റാന്ന് ഒബാമക്ക് എണ്ണേണ്ടി വരും. പിന്നെ എണ്ണാതെ പറയുന്നത് അജാതി വിവരല്ലേ. പക്ഷെ ഇവിടെ ഒബാമയും നരേന്ദ്രമോദി എന്നല്ല, ഇവിടെ ഇതൊക്കെ സൃഷ്ടിച്ച റബ്ബിനെ പറ്റി അമ്മൻ റബ്ബുക്കാന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ അങ്ങനെ അന്തം വിട്ട് കണ്ണും തുറപ്പിച്ച് നിൽക്കാൻ വേണ്ടും. അതിൽ മലക്കുകൾ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, മൻ റബ്ബുക. അതിലും ചോദിക്കാം, വാട്ട് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, ഐ ഡോണ്ട് നോ അറബിക്. എന്ത് ചോദ്യങ്ങൾ ചോദിക്കണം, എനിക്ക് അറബി ഒന്നും അറിയില്ല, വേണേ ഇംഗ്ലീഷ് ചോദിച്ചോളൂ. മലക്കുകളോടെ കഴിഞ്ഞില്ലേ കഥ. ഓൻ കലക്ടർ ചെയ്യുന്നു ഭൂമിയുടെ മുകളിലെ, ഓന് പദവി ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ, ഓന് പണം ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ, ഓന് സ്വാധീനം ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ, ഓന് അധികാരം ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ. ഭൂമിന്ന് അപ്പുറത്തേക്കാണ് കടന്നാൽ പിന്നെ ഇതിനൊന്നും ഒരു വിലയില്ല. അപ്പൊ ഏത് വിദ്യാഭ്യാസ വലുതെന്ന് ചിന്തിക്കുകയും
വിദ്യാഭ്യാസം ഏതാണ് വലുത്? ഞാൻ കലക്ടർ ആവണ്ടെന്ന് പറയുന്നത്. കലക്ടറാവണം, IAS പാസ്സാവണം, കലക്ടറാവണം. പക്ഷേ കലക്ടർ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി എന്ന് ഉത്തരം പറയാൻ സാധിക്കുന്ന ജില്ലാ കലക്ടർ. മൻ നബിയുക എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദുൻ നബി എന്ന് ഉത്തരം പറയാൻ സാധിക്കുന്ന ജില്ലാ കലക്ടർ. റസൂലുള്ളാഹിനെ പരിചയമുള്ള ജില്ലാ കലക്ടർ. മാ ദീനുക എന്ന് ചോദിക്കുമ്പോൾ അൽ ഇസ്ലാമു ദീനി എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന ജില്ലാ കലക്ടർ. അങ്ങനെ ആവണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അല്ലേ? അവിടെയാണ് വിഷയം. അവ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസമല്ലേ വലിയ വിദ്യാഭ്യാസം? അതല്ലേ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം? അവിടെയാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. അവ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമല്ല. നമ്മൾ ജീവിക്കാൻ ആവശ്യമായ ഒരു തൊഴിലിന് ഉപാധിയായ സർട്ടിഫിക്കറ്റിന്റെ വിലയാണ് വലുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ചിന്ത നമ്മൾ മാറ്റണം. നമുക്ക് കുട്ടിയേക്കും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് അള്ളാനെ പറ്റി പഠിപ്പിക്കുന്ന, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ പറ്റി പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ പഠിപ്പിക്കുന്ന, അത് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം. എന്ത് കേൾക്കണില്ലേ ശബ്ദം? അല്ലാതെ അധികം ചേട്ടങ്ങാടാ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഏത് വിജ്ഞാനത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൽപ്പിക്കണം. ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്ന, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിക്കുന്ന, ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് പഠിപ്പിക്കുന്ന ആ വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസമാണ്. മതം പഠിപ്പിക്കണ വിദ്യാഭ്യാസ, അത് മദ്രസയിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ, അത് പള്ളിക്കെന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ, അത് മതകേന്ദ്രങ്ങളിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ. അതാണ് വലുതെന്ന് മനസ്സിലാക്കുക അല്ലേ? ആ ചിന്തയിൽ നമ്മൾ മാറുമ്പോഴാണ് കുഴപ്പം സംഭവിക്കുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ അല്ലേ? നമ്മളെ ഈ ലോകത്തിന്റെ സ്ഥിതി വരുമ്പോ, ഈ ലോകത്തിന്റെ സ്ഥിതി അവസാനം ഈ ലോകത്തിന്റെ സ്ഥിതി മാറുന്നതിനെ പറ്റി പറഞ്ഞു കൊടുത്തൊരു ഹദീസിൽ പറഞ്ഞിട്ടില്ലേ? ഇദത്തുഖിദൽ ഫയുദിവരൻ വൽഅമാനത്തു മഗ്നമൻ വസ്സകാത്തു മഗ്റമൻ വതുഉല്ലിമ ലിഗൈരി ദീനി. എടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥിതി. ഇന്നത്തെ കാലഘട്ടത്തിന്റെ വ്യക്തമായ ചിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചേന്. ഇദത്തുഖിദൽ ഫയുദിവരൻ, പൊതുസ്വത്ത് അന്യായമായിട്ട് കൈകാര്യം ചെയ്യാം. പൊതുസ്വത്തെ അന്യായമായിട്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥിതി വരിക. നമ്മളെ നാട്ടിന്റെ സ്ഥിതി നോക്കുകയാണ് നിങ്ങൾ. എല്ലാ ദിവസവും പേപ്പറിൽ എന്താ നമ്മൾ വായിക്കണത്? നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയത്തെ പറ്റിയ കക്ഷിയെ പറ്റിയല്ല പറയുന്നത്. പൊതുവായ സ്ഥിതി എങ്ങനെയല്ലേ? നാടിന്റെ മുതല്, അന്യന്റെ മുതല്, നമ്മളെ പബ്ലിക് സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണതിനെ പറ്റി പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനമില്ലാത്ത, ഒരു തത്വദീക്ഷയും ഇല്ലാത്ത രീതിയിൽ അഴിമതി ഇങ്ങനെ പെരുത്ത് വരികയല്ലേ നമ്മുടെ നാട്ടില്? എന്താ കാരണം? അഴിമതി പെരുത്ത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ബോധമില്ലാത്തത് കൊണ്ടാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലല്ലോ അഴിമതി കാണിക്കുക. ഉദ്യോഗസ്ഥന്മാർക്കും അഴിമതി കാണിക്കുക. ഉദ്യോഗസ്ഥന്മാർക്ക് വിദ്യാഭ്യാസം ഇല്ലായിട്ട ജഡ്ജിമാരെ കൈമതി കാണിക്കുക. എന്താ? വിദ്യാഭ്യാസം ഇല്ലായിട്ട. അപ്പൊ വിദ്യാഭ്യാസം ഉള്ളതിന്റെ കൂടെ യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം, ഈ ബോധമുണ്ടാക്കുന്ന വിദ്യാഭ്യാസം, മനുഷ്യനെ പറ്റി 3 ചോദ്യത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ 3 ചോദ്യം ഉണ്ടല്ലോ, ആ 3 ചോദ്യത്തിന്റെ ഉത്തരം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, എവിടുന്ന് വന്നു എന്ന് ചോദിക്കുന്ന, എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന, കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അവസാനം മരിച്ചുപോയാലും മനുഷ്യൻ ജീവിക്കുന്നു വിശ്വസിക്കണേ. മരിച്ചാൽ പിന്നെ നമ്മളെ ജീവിതം അതോട് അവസാനിച്ചു എന്ന് വിശ്വസിച്ചാൽ പിന്നെ എന്താ? പിന്നെ നമ്മൾ തോന്നിയ മാതിരി ജീവിക്കാം. മരിച്ചതിന് ശേഷം പിന്നെയും ജീവിക്കുന്നുള്ളത് കൊണ്ടാണ് കുഴപ്പം. അപ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് തോന്നിയ മാതിരി എല്ലാ തോന്നിയ സമയത്ത് ജീവിക്കും. അവിടെ മരണാനന്തര ജീവിതം ഇല്ലാന്ന് വിശ്വസിക്കണമെന്ന് വെച്ചാൽ പിന്നെ എന്താ? അപ്പോൾ നമുക്ക് വല്ല ലൈസൻസും ആവശ്യമുണ്ടോ? തോന്നിയ മാതിരി ജീവിക്കാം. മൃഗങ്ങളും നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം വേണ്ടയില്ല. പക്ഷെ മരണാനന്തരം ജീവിക്കുമെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരിക. നോക്കി, ഞാൻ ഒരിക്കൽ പിന്നെ എന്റെ നാട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവാം. അങ്ങനെ ഭയങ്കര രാവിലെ അങ്ങനെ കയറുക ബസ്സിൽ ഭയങ്കര തിരക്കുള്ള ബസ്സാണ്. പെരും തിരക്ക്. നിൽക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ബസ്. അങ്ങനെ ഞാൻ കമ്പിക്കും പിടിച്ച് നിൽക്കുക.
കമ്പിക്ക് പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഒരു സീറ്റ് ലേശം അങ്ങോട്ട് മുന്നോട്ട് പ്രൊജക്ട് ചെയ്ത് വെക്കുന്നുണ്ടോ, ഒരു സീറ്റ് കുറച്ചും കൂടി നീണ്ടു കിടക്കുന്നുണ്ടോ. അപ്പൊ അതിന്റെ അടുത്ത് ഞാൻ പോയി കണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോ കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താ ഇമ്മിരിക്കണത് ചിപ്സും പെട്ടിയാണ് കാരണം. അപ്പൊ ചിപ്സും പെട്ടി മേലെ നിൽക്കുക, അത് സീറ്റിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചതോടെ സീറ്റിന്റെ അതേ നിറവാണേ. അപ്പൊ അത് സീറ്റിന്റെ ഭാഗമായി വെച്ചിരുന്നതാ, തിരക്കുള്ള ബസ്സുമല്ലേ. അപ്പൊ ഞാൻ പെട്ടെന്ന് എണീറ്റിട്ട് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, പഠിച്ചവന് ഞാൻ അവിടെ ഇരുന്നത് കൊണ്ട് ആ ചിപ്സും പെട്ടിയിലെ ചിപ്സ് 1-2 കഷ്ണയിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയാവൂലേ. അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ മണ്ണാർക്കാട് എത്തിയപ്പോ ബസ് തിരക്കൊന്ന് കുറഞ്ഞു. തിരക്ക് കുറഞ്ഞപ്പോ ഞാൻ കണ്ടക്ടറെ എടുത്ത് എന്നിട്ട് പറഞ്ഞു, പിന്നെ ആ ചിപ്സ് ആയിക്കാ കൊണ്ടുപോകുന്ന വെച്ചാൽ അയാളെ ഫോൺ നമ്പർ എനിക്ക് തരണം. അതിന് ഞാൻ ഫോൺ നമ്പർ വെച്ചു. അല്ല, ഞാനും അതിന് അബദ്ധവശാലി ഇരുന്നു, നിങ്ങൾ പറഞ്ഞപ്പോ എണീറ്റു, എന്നാലും ഞാൻ ഇരുന്നപ്പോ അതിൽ 1-2 കഷ്ണം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ലേ ചോദിച്ചു. അതുകൊണ്ട് എനിക്ക് അവർക്ക് ഫോൺ ചെയ്ത് കണ്ട് പൊരുത്തപ്പെടിക്കാനാണ്, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനാണ്. അപ്പൊ കണ്ടക്ടർ ചോദിച്ചു, നിങ്ങൾ ഇവിടുന്ന് വരുന്നത് ചോദിച്ചു. ഞാൻ ചരക്കടയിൽ നിന്നാണ് കയറിയത്. അല്ല, നിങ്ങൾ ഏത് ലോകത്തിനാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഈ ലോകത്തിന് തന്നെ. ഈ ലോകത്തിനുള്ള ആളാണെങ്കിൽ അത് ബസ്സാണ്, ബസ്സിൽ തിരക്കുണ്ടാവും, തിരക്കുള്ള ബസ്സിൽ സാധനം കൊണ്ടുപോകുമ്പോൾ കുറച്ചൊക്കെ പൊട്ടും, അത് കൊണ്ടുപോകുന്നവനും പ്രതീക്ഷിക്കും, അതുകൊണ്ട് ഓന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 2-4 കഷ്ണം പൊട്ടി വിചാരിച്ചു ഓന് പ്രശ്നം ഉണ്ടാവില്ല, അവൻ പ്രതീക്ഷിക്കും. അല്ല, തിരക്കുള്ള ബസ്സിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് നിങ്ങൾ അതിന് ഫോൺ വിളിച്ചാൽ നിൽക്കണ്ടാറും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും, എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല, കാരണം ഞാൻ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളാ. ഞാൻ നായശ്വരി ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എവിടുക്കാ പോകുമെന്ന് ഉറപ്പില്ലാതെ ഇങ്ങനെ അവിടുക്കും തിരിഞ്ഞു നോക്കി നിൽക്കുന്ന സമയത്ത് 4 എണ്ണം ജിപ്സിയേറ്റവും ഒരു ഇതിച്ച് പൊട്ടിച്ചത് അതിന്റെ വകയിലാണ് കൊണ്ടാടണം, ഞാൻ സുയിപ്പാവും. അതുകൊണ്ട് നമ്പർ പറഞ്ഞു. ഞാൻ നമ്പർ വാങ്ങിയിട്ട് ഞാൻ വിളിച്ചു. അവർക്ക് വിളിച്ചിട്ട് നിങ്ങൾ ചിപ്സും പെട്ടി തുറന്നപ്പോ അതിൽ കഷ്ണങ്ങൾ പൊട്ടിയെന്ന് ചോദിച്ചു. ഇല്ല, പൊട്ടിയിട്ടൊന്നുമില്ല. എന്തിപ്പോ അങ്ങനെ ചോദിക്കാൻ കാരണം, അതിപ്പോ ഞാൻ അബദ്ധവശാലും ഇരുന്നിരുന്നു പെട്ടിമേല്. അപ്പൊ കണ്ടക്ടർ എന്ന് പറഞ്ഞപ്പോ എണീറ്റു, ചിപ്സും പെട്ടിയാന്ന് അറിഞ്ഞിരുന്നില്ല. പൊട്ടിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കാനാണ് കാരണം. നിങ്ങളതാകെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തരണ്ട, കാരണം എന്നത്തെ താരപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിൽക്കുന്നത് ചോദിച്ചു. അപ്പൊ ഞാനത് പറയാൻ കാരണം എന്താണ്, നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതം സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം ഉണ്ടാവണമെങ്കിൽ മരിച്ചാൽ പിന്നെ ജീവിക്കുമെന്ന് വിശ്വസിക്കണം. ഇനി അത് മാത്രമല്ല, മരിക്കണ സമയത്ത് മനുഷ്യൻ നിരാശനാവൂലേ, പിന്നെ ജീവിക്കൂല, മരണാനന്തരം ജീവിക്കൂല എന്ന് മനുഷ്യൻ വിശ്വസിക്കുന്ന സമയത്ത് ഓൻ ആകെ നിരാശനാവൂലേ. കാരണം എന്താ, മരിച്ചു പോണ സമയത്ത് ഇനി ഞാൻ ഇല്ലല്ലോ, എനിക്ക് കിട്ടിയ അസ്തിത്വം ഇല്ലാതാവുകയാണല്ലോ, ഇനി ഞാൻ ഇല്ലല്ലോ, ഞാൻ ജീവിക്കണില്ലല്ലോ, എനിക്ക് ചോറ് കഴിച്ചാൻ പറ്റൂല്ലോ, നീ പന്തളിച്ചാൻ പറ്റൂല്ലോ, നീ കഫ് തിന്നാൻ പറ്റൂല്ലോ, നീ ബിരിയാണി തിന്നാൻ പറ്റൂല്ലോ, നീ അൽഫാം തിന്നാൻ പറ്റൂല്ലോ, ഇനി ക്രിക്കറ്റ് കളിച്ചാൻ പറ്റൂല്ലോ, നീ ചങ്ങായിമാരപ്പം വർത്താനം പറഞ്ഞിരിക്കാൻ പറ്റൂല്ലോ, നീ കുതിര കളിച്ചാൻ ഒന്നിനും പറ്റൂല, ഞാൻ ഇല്ലല്ലോ, ഞാൻ ഇല്ലാതാകാൻ പോവുകയല്ലേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു നിരാശങ്ങൾ ആലോചിച്ചോക്കാണ്, ഞാൻ ഇല്ലാതാകാൻ പോകുകയെന്ന് ചിന്തിക്കുകയാണെങ്കിൽ മരിക്കണ സമയത്ത് ഞാൻ ഇല്ലല്ലോ, നിന്റെ ഭർത്താവിനെ കാണാൻ പറ്റൂല്ലോ, എന്റെ കുട്ടികളെ കാണാൻ പറ്റൂല്ലോ, എന്റെ കുട്ടികളെ കാണാൻ പറ്റൂല്ലോ, അമ്മാനെ കാണാൻ പറ്റൂല്ലോ, ഞാൻ ഇല്ലല്ലോ, ഞാൻ ഇല്ലാതാകാൻ പോവുകയാണ്. അതേസമയത്ത് ഞാൻ മരിച്ചാൽ പിന്നെ ജീവിക്കും, എന്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴല്ലേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത്, അപ്പോഴല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുന്നത്, അപ്പോഴല്ലേ നമുക്ക് പ്രത്യാശ ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ നിരാശപ്പെട്ടു പോവുകയല്ലേ ചെയ്യണത്. മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, മനുഷ്യന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് സകല ശാസ്ത്രവും സയൻസും ഉണ്ടായത്. പക്ഷെ മനുഷ്യന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാ അല്ലെ? മനുഷ്യന് രോഗം പിടിപെട്ടിട്ട് മനുഷ്യന്റെ നിലനിൽപ്പില്ലാതാവും. അതുകൊണ്ടാണ് മനുഷ്യനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സയൻസും ടെക്നോളജിയും ശാസ്ത്രവും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് അല്ലെ? നമ്മളെ വിചാരം ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ വലിയതാണല്ലേ നമ്മളെ വിചാരം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൊണ്ട് നമുക്ക് എന്തുണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പറഞ്ഞങ്ങൾ വിശ്വസിക്കൂല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ തന്നെ പയ്യന്റെ സംഭാവന. നമ്മൾ വർത്താനം പറയുന്നത് ഒച്ച കൂടുന്നൊക്കെ അതുകൊണ്ട് തന്നെയല്ലേ, വെളിച്ചം കാണുന്നത് അതുകൊണ്ടല്ലേ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചോ കാണി, ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് തരുന്ന പല ഗുണങ്ങളും അത് എത്രത്തോളം നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കണതിനെ പറ്റി ഒന്ന് ആലോചിച്ചോ കാണി. ഞാൻ നല്ലൊരു ബൈക്കിനെ പോലെ ഒരു ഉസ്താദിന്റെ കൂടെ ഒരു കാറിൽ, ഉസ്താദന്മാരാരുമല്ല, ഒരു കാറിലങ്ങനെ പോവുക. അങ്ങനെ പോണ സമയത്ത് മഗ്‌രിബ് കൊടുത്തു, പള്ളികൾക്ക് നിസ്കരിച്ചാൻ പോകുമ്പോ ഉസ്താദ് പിന്നെ ഫോൺ ബെല്ലടിച്ചു. അപ്പൊ ഉസ്താദ് ഹലോ ഞങ്ങൾ പള്ളികൾക്ക് നിസ്കരിച്ചാൻ കയറിയിരിക്കുകയാണ് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളും പറഞ്ഞപ്പോ ചോദിച്ചു, എന്ത് ചോദിച്ചു? അല്ല, നമ്മൾ നിസ്കരിച്ചാൻ കയറിയിട്ടില്ലല്ലോ, നിങ്ങളിപ്പോ കയറിയതാണല്ലോ പറഞ്ഞത് പറഞ്ഞു. അല്ല, അതിപ്പോ കയറാൻ പോവുകയല്ലേ, ചിലങ്ങൾ പറഞ്ഞത് കയറാൻ പോവുക എന്നല്ല, കയറിയെന്ന് തന്നെയാണ്. പിന്നെ അല്ല, അതിപ്പോ ഏതായാലും അങ്ങോട്ട് എത്തുന്ന ഉറപ്പല്ലേ ഇപ്പൊ തന്നെ ചോദിച്ചു. ആർക്കും ഉറപ്പ്? നമ്മൾ പോകുന്നത് കാറിലാണ്. ഇന്നത്തെ വണ്ടിയാണ്, ദുനിയാവിൽ കൂടി പോകാനും എളുപ്പമാണ്, ആഖിറത്തിലേക്ക് എത്താനും എളുപ്പമാണ്. രണ്ടിനും പറ്റുന്ന വണ്ടിയിലാ പോണത്. പിന്നെ എത്തുന്നുള്ള എന്താ ഉറപ്പുള്ളത്? എന്താ കാട്ടെ? എങ്ങനെയാണ് പറഞ്ഞു മൂപ്പര്. ഇതിപ്പോ എന്താ, മൂപ്പര് ഉസ്താദാണ്,
നുണ അറിയാൻ പാടില്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളാണ്, ക്ലാസ് എടുക്കുന്ന ആളാണ്. പക്ഷെ മൂപ്പര ഈ മൊബൈൽ കീശിലുള്ളപ്പോ പറഞ്ഞു പോവുകയാണേ, അങ്ങോട്ട് പറയിപ്പിക്കുകയാണ് ഈ യന്ത്രങ്ങൾ മനുഷ്യനെ കൊണ്ട് വിചാരിച്ചിട്ടല്ല കേടെടുത്താണ് നമ്മളെ. ബസ്സിലൊക്കെ പോണ സമയത്ത് ഉണ്ടാവും തൊട്ടടുത്ത് ബസ്സിൽ ഇരിക്കുന്ന ഒരുത്തം പറയാം, ആരോ ഞാൻ 3 മണിക്കൂറായാലും കൈകൊണ്ട് എത്താനേ ഞാൻ ഇപ്പൊ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ബസ്സിലിരുന്ന് കണ്ടുപോയി. എന്നിട്ട് നമ്മൾ മാറിക്കണം ഏത് കോളം തെറിച്ചെന്ന് വിചാരിച്ചു. ഓൻ കുളിച്ചല്ലേ നോണ പറയാ. ഇങ്ങനെ നോണ പറയിപ്പിക്കണ യന്ത്രം ഇത് മൊബൈൽ വേണ്ടാന്നല്ല ഒക്കെ വേണം. പക്ഷെ ഇത് നമ്മളെ എങ്ങനെ നമ്മളറിയാതെ കേടെടുത്തുന്നു നമ്മൾ ചിന്തിക്കണുണ്ടോ? അതാലോചിക്കണ്ടേ. നമ്മളെ അറിയാത്ത രീതിയിൽ നമ്മളെ കേടെടുത്തണേ. നമ്മളെ ശരീരം കേടെടുത്തുന്നു നോക്കാണ്. ശരീരം തന്നെ കേടെടുത്താനാ സയൻസും ശാസ്ത്രവും. അതാണ് മുമ്പ് കാലത്തൊക്കെ ഉള്ള പാളവിശറി കൊണ്ട് ഇങ്ങനെ മിന്നിയാലേ, പാളവിശറി കൊണ്ട് ഇങ്ങനെ മിന്നിയിട്ടുണ്ടെങ്കിൽ വലത്തെ കൈയിനൊരു വ്യായാമം, പിന്നെ അത് കുഴങ്ങുമ്പോ ഇടത്തെ കൈയിലേക്ക് ഇങ്ങനെ ഇടത്തെ കൈയിനൊരു വ്യായാമം. അപ്പൊ 2 കൈയിനും വ്യായാമല്ല കേട്ടോ കറങ്ങുന്നു. നമുക്കൊരു വ്യായാമം കിട്ടില്ല, മോളിൽ കടന്ന് ഇങ്ങനെ കറങ്ങാം. നമ്മളെ ശരീരം ഇങ്ങനെ ഇളകാതെങ്ങനെ ഇരുന്ന് കൊടുക്കണ്ട, ഇരുന്നാണ് പൂതപ്പിടിച്ച് ഇരപ്പാവുക. ഈ രീതിയിൽ നമ്മക്ക് സുഖം ഇങ്ങനെ തരാൻ വേണ്ടിയിട്ട്, കുറെ സുഖം തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ യന്ത്രങ്ങള്, എന്നിട്ട് അതിങ്ങനെ അനുഭവിച്ച് നമ്മളങ്ങനെ ചെയ്യുന്ന അതൊന്നും വേണ്ടാന്നെക്കാനല്ല ഇപ്പൊ പറയണത്. പക്ഷെ ഇതൊന്നും അത്ര ബലുതല്ല. ഇതൊന്നല്ല വലിയ വിവരം, വലിയ ചിന്തി. അത് ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യം പഠിപ്പിക്കണതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ സയൻസും ശാസ്ത്രം വന്നതുകൊണ്ട് നമുക്ക് ആയുസ് കൂടിക്കണോ? ആരോഗ്യം കൂടിക്കണം, ആയുസ് കൂടിക്കണം. ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിക്കുന്നതിനനുസരിച്ച് ആയുസ് കൂടുന്നുണ്ടോ? ഇല്ലാന്ന് മാത്രമല്ല, വല്ലയിടത്തും കൂടുന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ അത് ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്താത്തതേ കാരണം. ഇപ്പോ അട്ടപ്പാടിയിൽ ഒരു ആദിവാസി തണ്ടുണ്ടെന്നാൾ മനോരമ പേപ്പറിന്റെ മുൻ പേജിൽ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് 200 കഴിഞ്ഞു പറഞ്ഞാണ്. അയാൾ അട്ടപ്പാടിയിൽ കാട്ടിലാണേ. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സൽപ്പരൊന്നും വല്ലാതെ എത്താത്തത്. ഇനി നിങ്ങൾ ആലോചിച്ചോക്കാണെങ്കിൽ റഷ്യക്ക് പോയി നമ്മുടെ നാട്ടിലെ ഒരു ശാസ്ത്ര ഒരു സയൻസ് ഒരു സാഹിത്യകാരൻ മൂപ്പരിങ്ങനെ നടന്നു പോവുക മോസ്കോ സിറ്റി കൂടിയല്ല, ഉൾപ്രദേശത്ത് കൂടെ, ധ്രുവപ്രദേശത്ത് കൂടി നടക്കണേ. അങ്ങനെ മൂപ്പരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എന്റെ ഒരു തന്തയിരുന്ന് കരയുന്നു. 100 വയസ്സായ ഒരു തന്തയിരുന്ന് നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ കരയുന്നത് ചോദിച്ചു. ഞാൻ അച്ഛൻ തച്ചിട്ടാണ്. 100 വയസ്സായ തന്തേ അച്ഛൻ തച്ചിട്ടാണെന്ന് പറഞ്ഞു. അതിൽ അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ മകനെ തച്ചത്, അവിടെ ഇരുന്ന് കരയുണ്ടല്ലോ പറഞ്ഞപ്പോ അവന് വലിയ അച്ഛനോടൊരു ബഹുമാനമില്ല, അനുസരണയില്ല, പിന്നെ തല്ലില്ലാണ്ട് ആണോ. ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്താത്ത ധ്രുവപ്രദേശത്ത് ആയുസ് ഒരുപാട്. ഇത് എത്തിയെടുത്ത് എവിടെ ആയുസ് കൂടുന്നുണ്ടോ? ഒക്കെ കുറഞ്ഞു വരില്ല, ആയുസൊക്കെ കുറെ ചെയ്യുന്നത്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ടെക്നോളജിയും മെഡിക്കൽ സയൻസും ഒക്കെ ഇങ്ങനെ വികസിക്കുന്നു, വളരുന്നു. പക്ഷെ മനുഷ്യന് ആയുസ് കൂടുന്നില്ല. ഇനി ആരോഗ്യം കൂടുന്നുണ്ടോ? ആരോഗ്യം ആശുപത്രി എമ്പാടും കൂടുന്നുണ്ട്, ആരോഗ്യം കൂടുന്നുണ്ടോ? അതാ പ്രശ്നം. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എമ്പാടും കൂടുന്നുണ്ട്, പക്ഷെ ആരോഗ്യം കൂടുന്നില്ല എന്ന് മാത്രമല്ല, ആരോഗ്യം കുറയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഞാന് പെരിന്തൽമണ്ണ കൂടിയപ്പോ പോയിരുന്നത്. പെരിന്തൽമണ്ണ എണ്ണ തുടങ്ങിയ അൽഷിഫ, മൗലാന, EMS, MES മെഡിക്കൽ കോളേജ് താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ആക്കിയത്. അവിടെ ബാലഗോപാലൻ, അപ്പുറത്ത് രാമദാസ്, ഇപ്പുറത്ത് മൊഹിയുദ്ദീൻ. എത്ര ആശുപത്രിയാ ഈ കണ്ട ആശുപത്രി ഒക്കെ ഉണ്ടായിട്ട് ഒരു ആശുപത്രിയിലും തിരക്കൊഴിഞ്ഞ ഒരു നേരമല്ല, എപ്പോഴും പെരും തിരക്ക് ആശുപത്രികളിലൊക്കെ. എന്താ ഇതിന് കാരണം? രോഗമല്ലേ മനുഷ്യന് രോഗം കൂടിയിട്ടാണുള്ളത്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മെഡിക്കൽ സയൻസും വൈദ്യശാസ്ത്രമൊക്കെ വികസിക്കുന്നു, വളരുന്നു. പക്ഷേ മനുഷ്യന് രോഗവും കൂടുക ചെയ്യണത് അല്ലേ? നിങ്ങൾ നോക്കി, പെരിന്തൽമണ്ണ എത്ര മൃഗാശുപത്രി ഉണ്ട്? ഒരൊറ്റ മൃഗാശുപത്രി പെരിന്തൽമണ്ണയുള്ളൂ. അവിടുത്തെ ഡോക്ടർക്ക് എന്താ പണി? ആരെങ്കിലും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ ചെന്നാൽ ഒപ്പിട്ട് കൊടുക്കാം. രോഗം വേണ്ടേ? മൃഗങ്ങൾക്ക് രോഗമില്ല. മൃഗങ്ങളെ ശരീരവും നമ്മളെ ശരീരവും തമ്മിൽ എന്താ വ്യത്യാസം? ശരീരം എന്നല്ല എനിക്ക് നോക്കുന്ന സമയത്ത് എല്ലുണ്ട്, ഇറച്ചിയുണ്ട്, ചോരയൊക്കെ ഉണ്ട്. അതുമാതിരി മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സൽഫലങ്ങള് പുതിയ പുതിയ രീതിയിൽ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ പാകം ചെയ്യാം, അങ്ങനെ പാകം ചെയ്യാന്നൊക്കെ പറഞ്ഞ് യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് മനുഷ്യനെ സുഖിപ്പിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സൽഫലങ്ങൾ അനുഭവിക്കുമ്പോൾ മനുഷ്യന് രോഗം കൂടുന്നു, ആരോഗ്യം കൂടുന്നില്ല. എന്നിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ വലിയതാണെന്ന് വിചാരിച്ചു നടക്കുന്നത് എന്തിനാ? അതുകൊണ്ട് അതേ സമയത്ത് അതല്ല വലുത് നമ്മളൊക്കെ മറക്കുകയും ചെയ്തു. ബാക്കിയുള്ള നമ്മുടെ ആത്മീയമായിട്ടുള്ള പല സംഗതികളും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. നാളെ എന്നോടൊരു കുട്ടി പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി പറഞ്ഞു, വല്യമ്മക്ക് ഭയങ്കര വേദന മേത്തുകൂടെയൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ ഒരു കടലാസത്തിനാണ് എഴുതി കൊടുത്തു. മുസ്ലിം കുട്ടിയാണ്, എല്ലാ കുട്ടികളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ മുസ്ലിം കുട്ടിയാണ്, BA പഠിക്കുന്ന കുട്ടി. ആ കുട്ടിക്ക് എഴുതി കൊടുത്തു, ഔദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു ഹാദിറു. മുസ്ലിമിലുള്ള ഹദീസ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് വേദന ഉണ്ടാവുമ്പോൾ ചെല്ലാന് ഔദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. ചെറിയൊരു പ്രാർത്ഥന ഇത് വല്യമാരോട് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. 4 ദിവസം ആ കുട്ടി വന്നിട്ട് പറഞ്ഞു വല്യമാന്റെ വേദന മാറിയാണ്. ഈ വേദന മാറാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയി എത്ര ദിവസം ചികിത്സിക്കണം? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ആത്മീയമായിട്ടുള്ള അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ചികിത്സ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള ആത്മീയമായ കേന്ദ്രങ്ങളിൽ ചെല്ലുന്നുണ്ടോ? ഇനി ഒറ്റ കാര്യങ്ങൾ ആലോചിച്ചാണ് ഈ ആത്മീയതയുടെ മേഖല തന്നെ. നമ്മളിപ്പോ ഞാനൊക്കെ ചെറിയ കുട്ടിയുന്ന സമയത്ത് നമ്മളെ പേര് ഉറുമ്പ് വന്നാല് അല്ലെ, ഉറുമ്പൊക്കെ ഇങ്ങനെ അയച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മ ചെയ്യലെന്താ വെച്ചാല് പള്ളികൾക്ക് തീപ്പെട്ടി വാങ്ങി കൊടുക്കാൻ തീർച്ചയാക്കും, ഉറുമ്പാട് പോവുകയും ചെയ്യും. പിന്നെ പാമ്പൊക്കെ വരികയാണെങ്കിൽ റിഫായ ഷെയ്ഖിന്റെ പേരിൽ ഒരു കോയിന് നിർച്ചേക്കും, പിന്നെ പാമ്പ് വരൂല. ആരെ ഇപ്പൊ പാമ്പിനോട് പറഞ്ഞ അവിടെ റിഫായ ഷെയ്ഖിന്റെ പേരിൽ കോയിന് നിർച്ചയിക്കണം ഞങ്ങൾ പോകണ്ടാന്ന്? ആരെപ്പോ ഉറുമ്പിനോട് പറഞ്ഞേ ഇനി അങ്ങോട്ട് പോകണ്ട, അവിടെ പള്ളികൾക്ക് തീപ്പെട്ടി കൊടുക്കാൻ നിർച്ചയിക്കുന്നത്? കേട്ടോ, നമ്മുടെ ആത്മീയതയുടെ ശക്തിയാണ്. ആത്മീയതയുടെ ശക്തി ഭൗതിക വസ്തുക്കളുടെ മേലിലൊക്കെ സ്വാധീനമുണ്ട്, കീടങ്ങളുടെ മേൽ സ്വാധീനമുണ്ട്, പ്രാണികളുടെ മേൽ സ്വാധീനമുണ്ട്, ഇഴജന്തുക്കളുടെ മേൽ സ്വാധീനമുണ്ട്. ആത്മീയ ശക്തിയെ വളർത്താൻ നമ്മൾ ആര് ശ്രമിക്കണോ? ഇപ്പോ ഇവിടെ ഉഖബത്ത് ബിൻ നാഫി എന്നവര്, ഞാൻ ഓർത്തുപോക, ഉഖബത്ത് ബിൻ നാഫി എന്നവര് ഖൈറുവാൻ എന്ന പട്ടണം ഇന്നും ആഫ്രിക്കയിലെ ഒരു പട്ടണമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്ന പട്ടണമാണ് ഖൈറുവാൻ. ഈ ഖൈറുവാൻ എന്ന പട്ടണം ഉണ്ടാക്കാൻ വേണ്ടി ഉഖബത്ത് ബിൻ നാഫി എന്നവരവിടെ ചെന്നിട്ട് അവിടെ മൃഗങ്ങളാണ്, ഹിംസ്ര ജന്തുക്കളാണ്, വിഷജന്തുക്കളാണ്, പാമ്പും സിംഹവും ഒക്കെ അവിടെ ഉള്ളത്. അദ്ദേഹം അവിടെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉഖബത്ത് ബിൻ നാഫി എന്നവർ പറഞ്ഞു, അല്ലയോ വിഷസർപ്പങ്ങളെ, അല്ലയോ ഹിംസ്ര ജന്തുക്കളെ, ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു പട്ടണം ഉണ്ടാക്കണം, നിങ്ങൾക്ക് വേറെയും കാട്ടിൽ സ്ഥലം ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞേരണമെന്നാണ്. ഈ വർത്താനം പറഞ്ഞതോടുകൂടി കാട്ടിൽ നിന്ന് അങ്ങനെ പോവുകയാണ്, മൃഗങ്ങൾ അങ്ങനെ പോവുക, പാമ്പൊക്കെ അങ്ങനെ അരിച്ചു പോവുക, സിംഹവും പുലിയൊക്കെ പോവുക. എന്താ കാരണം? ശക്തി, ആത്മീയ ശക്തിയെ വെല്ലാൻ പറ്റുന്ന ഭൗതിക ശക്തിയില്ല. അപ്പോ അങ്ങനെയാണ് ഖൈറുവാൻ എന്ന പട്ടണം അവിടെ ഉണ്ടാക്കിയത്. നമ്മളെ നാഗരികത വികസിച്ചപ്പോ നമ്മളെന്താ കാട്ടുന്നത്? ഇപ്പൊ ഞാൻ എന്റെ അമ്മ ഉറുമ്പ് വരികയാണെങ്കിൽ തീപ്പെട്ടി, പള്ളികൾക്ക് തീപ്പെട്ടി വാങ്ങി കൊടുത്താൽ നേർച്ചയാക്കിയിട്ട് ഉറുമ്പിനെ പറഞ്ഞേക്കുക ചെയ്യാം. സിവിലൈസേഷൻ, പുതിയ നാഗരികതയിൽ എന്താ ചെയ്യാ? നമ്മൾ ഇൻസെക്ടിസൈഡ് വാങ്ങിയിട്ട്, കീടനാശിനി വാങ്ങിയിട്ട് ഇറ്റാളൊക്കെ കൊല്ലുക ചെയ്യാ. അതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആത്മീയ ശക്തി കൊണ്ട് മറ്റുള്ള പിന്നെ കീടങ്ങളിൽ മറ്റൊക്കെ പറഞ്ഞേക്കുന്നു, ജീവിക്കാൻ വിടുന്നു. പക്ഷെ ഇപ്പോ നാഗരികത വളരെ ക്രൂരമായതുകൊണ്ട് നാഗരികത വേക്കെ നശിപ്പിക്കുക ചെയ്യാം. നശിപ്പിക്കുന്നതിന് പകരം ഞാൻ ഈ ഭൗതിക വസ്തുക്കൾക്കൊന്നും പ്രസക്തി ഇല്ല എന്നല്ല, പക്ഷെ ആത്മീയ ശക്തി നേടാൻ വേണ്ടിയിട്ടും അതാണ് വലുത്, അതാണ് മുന്തിയത് നമ്മൾ ചിന്തിക്കണുണ്ടോ എന്നാ പറഞ്ഞത്. ആ രീതിയിൽ നമ്മുടെ ചിന്തയെ നമ്മൾ വളർത്തണ്ടേ. നമ്മൾ ചിന്തിക്കേണ്ടത് ഭൗതിക ശക്തികളൊക്കെ നിസ്സാരമാണ് ചിന്തിക്കേണ്ടത്. ഭൗതികമായിട്ടുള്ള ശക്തികളൊക്കെ നിസ്സാരം. നമുക്ക് ആത്മീയ സിദ്ധിയിലൂടെ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമ്മൾ നിർച്ചയാക്കലുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ ചെന്ന സമയത്ത് സമയം വൈകുണ്ടോ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടാളും 2 കുട്ടികളും പനിച്ചെടുക്കാം. അപ്പൊ റസൂൽ അലിയോട് പറഞ്ഞു, യാ അബൽ ഹസൻ അല്ലാ നദർത അല ബനീക, അല്ല അബുൽ ഹസൻ, ഈ കുട്ടികളെ പനി മാറാനൊന്ന് നേർച്ചയായിക്കൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സ അറിയില്ലേ? റസൂലിന് ചികിത്സ അറിയില്ലേ? റസൂലിന്റെ ചികിത്സയെ പറ്റി പഠിച്ചിട്ട് പിന്നെ തിബ്ബെ നബവി അവർ മോഡേൺ സയൻസ് എന്നുള്ളൊരു പുസ്തകം വായിച്ചാണ്, ഉറുദുവിലുള്ള തിബ്ബെ നബവി അവർ മോഡേൺ സയൻസ്. റസൂലുള്ളാഹിന്റെ ചികിത്സയും ആധുനിക ശാസ്ത്രവും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് മോഡേൺ സയൻസ്, മെഡിക്കൽ സയൻസ്, അപ്പൊ ആ റസൂലുള്ളാഹിന്റെ ചികിത്സ ഈ നിലവിലുള്ള സയൻസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകം. റസൂലുള്ളാഹിക്ക് ചികിത്സ അറിയും, ഒരുപാട് ചികിത്സ റസൂലിന്റെ ചികിത്സ തന്നെ ഉണ്ട്, ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ റസൂൽ എന്താ ചെയ്തത്? അലിയരോട് ഈ കുട്ടികളെ പായിക്കൂടായിരുന്നു, അങ്ങനെ 3 ദിവസം നോൽമ്പ് എടുക്കാൻ നിർച്ചയാക്കിയത് നമുക്കറിയാലോ. അങ്ങനെ അപ്പൊ നമുക്കിങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു കുട്ടിക്ക് സ്വക്കടാന സമയത്ത് തീർച്ചയാക്കാൻ തോന്നുമോ? നമ്മൾ ആദ്യം ആലോചിക്കരുത്, നമ്മൾ അവസാന പഠിച്ചവനെ പറ്റി ആലോചിച്ചാ അല്ലെ? നമ്മൾ ചികിത്സിക്കാൻ പോകും, അങ്ങനെ ചികിത്സിക്കാൻ പോയിട്ട് ചികിത്സ ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചവനെ പറ്റി ആലോചിച്ചു അല്ലെ? സോക്കടുണ്ടായിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ ആൾക്കാരൊക്കെ പഠിച്ചവനെ വെച്ച് വെച്ചല്ലോ എന്നാ പറഞ്ഞിരുന്നത്. ഇപ്പോ ഡോക്ടറെ വെച്ച് വെച്ചല്ലോ എന്നാ പറയാ. അവസാനം ഡോക്ടർ പരാജയപ്പെട്ടാ പിന്നെ പഠിച്ചവനെ വെച്ച് വെച്ചല്ലോ. ഡോക്ടർക്ക് പോകണ്ടെന്നല്ല, ചികിത്സിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നെയാണ്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മള് നമ്മുടെ ആത്മീയ ശക്തിയെ വളർത്തുകയും പഠിച്ചവനോടുള്ള ബന്ധം അടുക്കുകയും നമ്മൾ അള്ളാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇനി മനസ്സിലാക്കണവരെന്നെ എത്ര മനസ്സിലാക്കണത്? ഒരു വെയ്ഗായിട്ടുള്ള അവ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെന്നല്ലാതെ പഠിച്ചവനെ പറ്റി തന്നെ ആർക്കാ അറിയാം? നന്നായിട്ട് ആർക്കാ അറിയാം? ആദ്യം
അള്ളാനെ അറിഞ്ഞാണ് ബാക്കി ഭാഗത്തെടുക്കാൻ അപ്പൊ കാര്യം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോ പിന്നെ ഒരു സൂഫി വര്യന്റെ അടുക്കല് കുറച്ച് ആൾക്കാർ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ യാത്ര പോവുകയാണ് പറഞ്ഞു. ആ പൊയ്ക്കോളിയും, പക്ഷെ പോണ വഴിക്ക് കൊള്ളക്കാരും അല്ലാതെ അവരെ കൊള്ളയടിയിൽ നിന്ന് കൈസിലാകണം ഞങ്ങൾക്ക് കാരണം. കൊള്ളക്കാർ വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ വിളിച്ചുകൊണ്ടും അപ്പോ പിന്നെ കുറച്ച് വൈക്ക് വെച്ചുകൊണ്ട് രണ്ടുകൂട്ടും തമ്മിൽ തർക്കമായി. എത്ര മൂപ്പരെ വിളിച്ചിട്ട് കാര്യം, അള്ളാനെ വിളിച്ചാൽ പോരാണ്. അള്ളാനെ വിളിച്ചാൽ പോരാ, എന്താ മൂപ്പരെ വിളിച്ചിട്ട് കാര്യം? അങ്ങനെ ഉണ്ടല്ലോ, അന്നും ഉണ്ട് എന്നും ഉണ്ടാവും അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ആൾക്കാർ. അങ്ങനെ കൊള്ളക്കാർ വന്നു. കൊള്ളക്കാർ വന്ന സമയത്ത് കൊള്ളക്കാർ കൊള്ളരിക്കാൻ വന്ന സമയത്ത് ചില ആൾക്കാർ ഷെയ്ഖിനെ വിളിച്ചു. ഷെയ്ഖെ ഞങ്ങൾ കുടുങ്ങിയാലോ പറഞ്ഞ് വിളിച്ചു. ചില ആൾക്കാർ അള്ളാനെ വിളിച്ചു. അള്ളാനെ വിളിച്ച ആൾക്കാരൊക്കെ കൊള്ളയടിക്കപ്പെട്ടു. ഷെയ്ഖിനെ വിളിച്ച ആൾക്കാരൊക്കെ കഴിച്ചിലാവുകയും ചെയ്തു. തിരിച്ചു ചെന്നുകൊണ്ട് ഷെയ്ഖിനോട് പറഞ്ഞു ഞങ്ങള് പിന്നെ ഇങ്ങനെ വഴിക്ക് വെച്ചാണ് ചിലര് ഞങ്ങളെ കൂട്ടത്തിൽ ചിലര് അള്ളാനെ വിളിച്ചു, ചിലര് നിങ്ങളെയും വിളിച്ചു. അപ്പോ നിങ്ങളെ വിളിച്ചവരൊക്കെ കഴിച്ചിലായി, അള്ളാനെ വിളിച്ചവരൊന്നും കഴിച്ചിലായില്ല. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു ശരിയാണത്, കാരണം നിങ്ങൾക്ക് എന്നെ അറിയും, അള്ളാനെ അറിയില്ല. അള്ളാഹ് നിങ്ങൾക്ക് പരിചയമില്ലല്ലോ, പരിചയമില്ലാത്തവനെ വിളിച്ചിട്ടുണ്ടാ കാര്യം. ഇന്ന് നിങ്ങൾക്ക് പരിചയമുണ്ട്, പരിചയമില്ലോടെ വിളിച്ചാൽ കാര്യം ഉണ്ടാവും. പരിചയമില്ലാത്തവനെ വിളിച്ചിട്ടുണ്ടാ കാര്യം. അള്ളാഹ് നിങ്ങൾക്ക് അറിയില്ല, അറിയാത്ത അള്ളാഹിനെ വിളിച്ചിട്ടുണ്ടാ കാര്യം. അള്ളാഹിനെ വിളിച്ചാൽ കാര്യം ഉണ്ടാകണമെങ്കിൽ അള്ളാഹിനെ അറിയണം. എന്താ അള്ളാഹിനെ അറിയാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അള്ളാഹിനെ പറ്റി അറിയാം? വളരെ ലീഗായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. നമ്മൾ ശരിക്കും ചിന്തിച്ച് സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം അള്ളാഹിനെ പറ്റി അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അല്ലേ? മൻ തലബനി വജദനി വമൻ വജദനി അറഫനി വമൻ അറഫനി അശിഖനി വമൻ അശിഖനി അശിഖ്തുഹു വമൻ അശിഖ്തുഹു ഖതൽതുഹു വമൻ ഖതൽതുഹു ഫാദൈതുഹു എന്ന അല്ലാഹു തആല പറയണേ. മൻ തലബനി വജദനി എന്നെ അന്വേഷിച്ചവൻ എന്നെ കണ്ടെത്തുന്നു. ഒമൻ വജദനി അറഫനി എന്നെ കണ്ടെത്തിയവൻ എന്നെ അറിയുന്നു. ഒമൻ അറഫനി അശിഖനി എന്നെ അറിഞ്ഞവൻ എന്നിൽ അനുരക്തനാവുന്നു. ഒമൻ അശിഖനി അശിഖ്തുഹു എന്നിൽ അനുരക്തനായവനിൽ ഞാൻ അനുരക്തനാവുന്നു. ഒമൻ അശിഖ്തുഹു ഖതൽതുഹു ഞാൻ ആരിൽ അനുരക്തനാവുന്നുവോ അവനെ ഞാൻ വധിക്കുന്നു. ഒമൻ ഖതൽതുഹു ഫാദൈതുഹു ഞാൻ ആരെയാണോ വധിക്കുന്നത് അവനെയാണ് ഞാൻ ശരിക്കും മോഷം നൽകിയവൻ. ഒന്നാമത്തെ സ്റ്റേജ് അള്ളാനെ അന്വേഷിക്കലാണ്. നമ്മൾ അള്ളാനെ ഇവിടെ അന്വേഷിക്കല് ഞമ്മക്ക് ചെറുപ്പത്തിലേ കിട്ടിയൊരു വിചാരമായിട്ട് അങ്ങനെ നടക്കും. ചെറുപ്പത്തിലേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്, കുറെ ഉണ്ട്. പക്ഷെ നമ്മള് നമ്മുടേതായ രീതിയിൽ അന്വേഷിച്ചിട്ട് നമ്മളെ ഈമാനെ ഉറപ്പിക്കാൻ അപ്പോഴാ ഉറപ്പുണ്ടാകുക. മറ്റത് ഒരുത്തം വന്നുകൊണ്ട് നല്ല ബടായി നല്ല വാചാലതയിലാണ് പ്രസംഗിച്ചാൽ നമ്മളെ ഈമാൻ ചിലപ്പോൾ പോവുകയും ചെയ്യും. പറഞ്ഞ ഈ കാര്യം തന്നെയല്ലേ എന്ന് തോന്നി. എന്താ കാരണം? നമ്മൾ റൂട്ടഡ് അല്ല, ഡീപ്പ് റൂട്ടഡ് അല്ല. നമ്മുടെ വിശ്വാസത്തെ ഡീപ്പ് റൂട്ടഡ് നല്ല അടിവേര് നൽകാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ചിന്തിക്കണം. പടച്ചവനെ പറ്റി എവിടെ ചിന്തിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അർദ്ധരാത്രി റസൂലുള്ളാഹിനെ കാണാതായി. അരിയിലിങ്ങനെ തെരഞ്ഞു ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനോട് സംവദിക്കുകയാണ്. യാ ദുനിയാ ഖുജി ഖൈരി ഉംറുതി ഖസീർ വായിഷുത്തി ഹഖീർ വഖതറുതി കബീർ. ദുനിയാവിനോട് ഇങ്ങനെ സംസാരിക്കുക, പ്രപഞ്ചത്തെ നിരീക്ഷിച്ച്. അപ്പൊ ഈ ലോകത്തെ നിരീക്ഷിച്ച് ഇതിലൊക്കെ പടച്ചവന്റെ കഴിവും ശക്തിയും മനസ്സിലാക്കാനുള്ള അല്പസമയം നിന്നുകൊണ്ട് ചിന്തിക്കലുണ്ട്. നമ്മള് ചിന്തയും മനനവും എവിടെ നമ്മളെടുത്ത്? നമ്മളെ പറ്റി ചിന്തിക്കലുണ്ടോ? നിങ്ങൾ ആലോചിച്ചാണ് നമ്മളെ പറ്റി ചിന്തിക്കലുണ്ടോ? 50 വയസ്സായ ഒരു കാരനോട് ചോദിക്കും നിങ്ങളുടെ ശരീരത്തിൽ എത്ര ഓട്ടമുണ്ടെന്ന് ചോദിച്ചാൽ മൂപ്പര് അതുവരെ എണ്ണിയിട്ടുണ്ടാവില്ല. 50 വയസ്സായ ഒരു കാരണവരോടെ നിങ്ങളെ ശരീരത്തിൽ എത്ര ഓട്ടമുണ്ട് എന്ന് ചോദിച്ചാലേ, നവദ്വാരങ്ങൾ ഒരാളുടെ ശരീരത്തിൽ 9 ദ്വാരല്ലേ. എന്നിട്ട് മൂപ്പരിങ്ങനെ അപ്പോ 1 1 2 3 കണ്ണ് അങ്ങനെ എണ്ണിങ്ങാണ്ട് അവസാനം 8 എത്തിയിട്ട് നിന്നിട്ടുണ്ടാവും. കാരണം തൊള്ളോണ്ടാണല്ലോ എണ്ണുന്നത്, അത് എണ്ണിട്ടുണ്ടാവില്ല. ആകെ നമ്മുടെ ശരീരത്തിൽ നവദ്വാരങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മളെ പറ്റി എവിടെ ചിന്തിക്കണേ? ശരീരത്തെ പറ്റി തന്നെ ചിന്തിക്കണില്ല. പിന്നെ ആത്മാവിനെ പറ്റി എവിടെ ചിന്തിക്കാൻ അവസരം? നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കണം. മുസ്തഫ അന്തർ ഹിറാ ഖൽവത്ത് ഗുസീദ് സമയം മുദ്ദത്തി ജുസ് ഖീശതൻ കസ്റാ നദീദ് നഖ്ശമാറാ ദർദിലെ ഊരിഖ് തന്ദ് മില്ലത്തി അസ് ഖൽവത അംഗീഖ് തന്ദ്. മുസ്തഫ അന്തർ ഹിറാ ഖൽവത്ത് ഗുസീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയുടെ ഉള്ളിൽ ഖൽവത്ത് ഗുസീദ് ഏകാന്തത തെരഞ്ഞെടുത്തു. മുദ്ദത്തി ജുസ് ഖീശതൻ കസ്റാ നദീദ് ഒരു കാലയളവ് തന്നെ മാത്രം കണ്ടു, മറ്റൊന്നും കണ്ടില്ല. തന്നെയല്ലാതെ മറ്റൊന്നും കണ്ടില്ല. നഖ്ശമാ ദർദിൽ നമ്മുടേതായ ഒരു രൂപത്തിൽ പടി അങ്ങനെ സ്വല്ലല്ലാഹു ഏകാന്തതയിൽ നിന്നാണ് ഈ മില്ലത്ത് ഉണ്ടാവുന്നത്. അവിടുത്തെ ഏകാന്തതയിൽ നിന്ന് ഒറ്റയ്ക്കിരുന്ന് കണ്ട് ഒറ്റയ്ക്കിറക്കാരൊന്നും ഇല്ലാത്തവിടുത്തെ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് റബ്ബിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മളെ പറ്റി ചിന്തിക്കണം ആദ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശരീരത്തിലെ അല്ലേ
നമ്മുടെ ആയത്ത് ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം എന്ന ദിക്കുകളിലെല്ലാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ വഫീ അൻഫുസിഹിം അവനവനിൽ തന്നെയും കാണിച്ചു തരുന്നു. നമ്മളിൽ തന്നെ അള്ളാഹിന്റെ ലക്ഷണം കാണണം, അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. അബൂ യസീദുൽ ബിസ്താമി ഒരിക്കൽ പറയാണ്, സൂഫി വര്യനായിട്ട് ബിസ്താമി പറയാണ്, അബൂ യസീദുൽ ബിസ്താമി പറയാണ്, ഞാൻ പ്രപഞ്ചത്തിലാകെയും ദൈവത്തെ തെരഞ്ഞു, എവിടെയും കണ്ടില്ല, അവസാനം എന്നിൽ തെരഞ്ഞു, അപ്പൊ കണ്ടുകൂടാ. നമ്മളിൽ തന്നെ തെരഞ്ഞു നോക്കിയും കാണൂലേ? ശരീരത്തെ പറ്റി മാത്രം ഇതിന്റെ അർത്ഥമൊക്കെ ഞാന് പിന്നെ ഇപ്പൊ നമ്മളെ കൈ നോക്കാണ് നിങ്ങള്, ഈ കൈ ഇങ്ങനെ നിറച്ചൊരു ഏകക്കണ്ടായിങ്ങാണ്ട് ഇങ്ങനെ ഈ കോട്ടത്തിൽ അല്ലെങ്കിൽ എങ്ങനെ ചോറ് കഴിച്ചാ അല്ലെ? ഇത് കൈ ഇങ്ങനെയാണെങ്കിൽ കൈക്കോട്ടം കൊണ്ട് കോരുന്ന മാതിരി ഇങ്ങനെ കോരിയിടേണ്ടി വരൂലേ? ഇത് ഉരുട്ടാനും ഉരുളുണ്ടാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ കണ്ട എന്തോ ഒരു സൗകര്യത്തിൽ അതുണ്ടാക്കിയിരിക്കണത്. നമ്മൾ ചിന്തിക്കലുണ്ടോ? കണ്ണിനെ പറ്റി ആലോചിക്കലുണ്ടോ? ഓരോന്നിനെ പറ്റി ചിന്തിച്ചു നോക്കാൻ നിങ്ങള്. നിന്റെ രണ്ട് ചുണ്ടും മിനുസുള്ളതായതുകൊണ്ടല്ലേ ആ പെങ്ങളോട് വർത്താനം പറയണത്. ഈ രണ്ട് ചുണ്ടും ഒരേയുള്ള ചുണ്ടാണ് ഇങ്ങനെ തമ്മിൽ കൂട്ടിയെടുത്തിട്ട് എങ്ങനെ വർത്താനം പറയാം? നമ്മളെ പറ്റി ചിന്തിക്കലുണ്ടോ? സ്വന്തം ശരീരത്തെ പറ്റി ആലോചിക്കണം ോ ഒറ്റ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കാണ്. നമ്മുടെ സ്വന്തം ശരീരത്തിലുള്ള ഓരോന്നിനെ പറ്റി ഒരു സൈദി ഷിറാസ് ഉണ്ട്, അദ്ദേഹം ഒരിക്കൽ പറയാണ്, ഞാൻ ഒരിക്കൽ ഇങ്ങനെ ആലോചിച്ചു, ഈ കണ്ണിങ്ങനെ ഇവിടെ ആയതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണ്. കണ്ണ് പിന്നിൽ കൊണ്ട് കാണൂല, മുന്നിൽ ഇങ്ങനെ ഇറങ്ങാറാണ് കയ്യിന്റെ അരൽ വരാണെങ്കിൽ എന്തോ ഒരു സൗകര്യം ഇങ്ങനെ കാട്ടിയ പോരെ. എത്ര സൗകര്യം ഇവിടെ നമ്മളല്ലേ മനസ്സിലാക്കാൻ സാധിക്കാം. നമ്മുടെ ഉള്ളിലുള്ള ദഹനേന്ദ്രിയ വ്യവസ്ഥയാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഡൈജസ്റ്റീവ് സിസ്റ്റം. ആരാ ചിന്തിക്കല്? ദഹനേന്ദ്രിയ വ്യവസ്ഥ പറ്റി ആലോചിച്ച് നോക്കാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ ദഹിപ്പിക്കുന്നുണ്ട് അല്ലേ? ചക്കാലും മാങ്ങാലും ഏർപ്പെട്ടാലും എന്താണ് പല സാധനം അപ്പൊക്കെ ദഹിപ്പിക്കും. നമ്മൾ ഇരിക്കുന്നത് ഉള്ളിലുള്ള സാധനം ദഹിപ്പിക്കാൻ തുടങ്ങിയ സ്ഥിതി ആലോചിച്ച് നോക്കാണ്. ഇവിടുന്ന് പുറത്തേക്കാണ് ചെല്ലണതൊക്കെ ദഹിപ്പിക്കണേ, നല്ല കട്ടിയുള്ളതൊക്കെ ദഹിക്കുന്നത്. ഉള്ളിലുള്ള ഈ കുടലുണ്ടല്ലോ, വലിയ കട്ടിയൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഉള്ളിലുള്ള സാധനം ദഹിപ്പിക്കാൻ തുടങ്ങിയാലത്തെ സ്ഥിതി എന്തേ? കാരണം എത്ര സംവിധാനിച്ചതിനെ പറ്റിയൊക്കെ ചിന്തിക്കണ്ടേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു നീഗ്രോ വർഷങ്ങളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു. നീഗ്രോ ഈ സുഡാനാരൊക്കെ ഉണ്ടല്ലോ നമ്മളോട് മുന്തൽച്ചാനൊക്കെ വരുന്നേ, സുഡാൻ, അൾജീരിയ, നൈജീരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ നീഗ്രോ അങ്ങനെ പടച്ചവനോട് ചോദിക്കാം, പടച്ചവൻ എന്റെ മുടി എന്താ അങ്ങനെ ചുരുണ്ടിട്ട്? ആകെ ചുരുണ്ടിട്ടാണല്ലോ. അപ്പൊ പടച്ചവൻ പറഞ്ഞ, ചങ്ങായി ആഫ്രിക്കയിലല്ലേ, കാട്ടിലല്ലേ പാർക്കണതേ, കാട്ടിൽ പാർക്കണ സമയത്ത് മുടി ഇങ്ങനെ ലൂസായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാട്ടിലൊക്കെ ഓടുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ കുളത്തൂരെ, അതുകൊണ്ട് ഇങ്ങനെ ചുറ്റി വെച്ചതാണ് പറഞ്ഞു. എന്നാലിപ്പോ ഞാൻ എന്താ ഇങ്ങനെ കറുത്തിട്ട് പറഞ്ഞു. ആഫ്രിക്കയിലല്ലേ ജീവിക്കണത്, ആഫ്രിക്കയിലത്തെ സ്ഥിതി എന്താ? ഭയങ്കര ചൂടല്ലേ, ചൂടുള്ളവർക്ക് ചൂട് താങ്ങാൻ സഹായിക്കണമെങ്കിൽ കറുത്ത ശരീരം ഇരിക്കണം, കറുപ്പുകൊണ്ട് സഹായിക്കുള്ളൂ, അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശരി. എന്നാലും ഞാൻ ഒരുപാട് വണ്ണം തരിക്കണ്ടല്ലോ, മൃഗങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കുമ്പോ കഴിച്ചിലാണെങ്കിൽ അപ്പൊ വേണ്ടി വരും, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയത്. ഇപ്പൊ ഞാൻ അമേരിക്കയിലാണല്ലോ, ഇപ്പൊ എന്താ അങ്ങനെ? അപ്പൊ വർഷം പറഞ്ഞ ആരെ പറഞ്ഞോട് അമേരിക്കയിൽ പോയി പാർക്കാൻ പറഞ്ഞ, ഞാൻ പറിച്ചോട്ട് പോയി. അപ്പൊ എന്താ വെച്ചാ ഞാൻ പറഞ്ഞതാ, ഞങ്ങൾ നോക്കി കാശ്മീരിൽ ചെമ്മരിയാട്, ഇവിടെ ചെമ്മരിയാടില്ല. കാശ്മീരിൽ ചെമ്മരിയാട്, ഇവിടെ ചെമ്മരിയാടില്ല. എന്താ കാരണം? കാശ്മീർ പോയിരിക്കണമെങ്കിലും ഞാൻ പോയി പാർത്താളാ. എന്താ അവിടുത്തെ തണുപ്പ് പറഞ്ഞാല്, അവിടെ കങ്കടി വരുന്ന സാധനമുണ്ട്. കങ്കടി പറഞ്ഞാൽ അതിൽ ഒരു പാത്രം ഇരിക്കണം, ആ പാത്രത്തിനുള്ളിൽ തീക്കട്ടടല. അതൊരു വ്യവസായ, കങ്കടി എടുത്തൊരു വ്യവസായം. എന്നിട്ട് ആ തീക്കട്ട ഇട്ടിട്ട് കുപ്പായത്തിനുള്ളിൽ ഇങ്ങനെ വെക്കല. കുപ്പായത്തിനുള്ളിൽ വെച്ചിട്ടുള്ള കാര്യം തീക്കട്ടപ്പും തണുപ്പ്. ആ ജാതി തണുപ്പല്ലേ അവിടെ? ആ ജാതി തണുപ്പുള്ളവർക്ക് ചെമ്മരിയാടിന്റെ രോമം കൊണ്ട് സ്വെറ്റർ ഉണ്ടാക്കണം, ചെമ്മരിയാടിന്റെ രോമം കൊണ്ട് ഷാൾ ഉണ്ടാക്കണം, വസ്ത്രം ഉണ്ടാക്കണം. അവിടെ അത് വേണം, ഇവിടെ അതിന്റെ ആവശ്യമില്ല, ഇവിടെ ഇല്ല. വേണ്ടടുത്തേക്ക് വേണ്ട മാതിരി പടച്ചവനെ പറ്റി ചിന്തിക്കണം നമ്മളെ. അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് പടച്ചവനെ പറ്റി. അതാ അള്ളാഹിനെ പറ്റി, മൻ ഫലബനി, എന്നെ അന്വേഷിച്ചവൻ എന്നെ കണ്ടെത്തുന്നു. നമ്മൾ അള്ളാഹിനെ അന്വേഷിച്ച് കണ്ടെത്തണം. എല്ലായിടത്തും പടച്ചവനെ പറ്റിയാണ് നോക്കണം. അപ്പോൾ കാണാൻ സാധിക്കുക. സഹറാ ബനികരം സഹറാ തുബീനം, ദരിയാ ബനികരം ദരിയാ തുബീനം, ബഹർജാ ബനികരം ഹർജ തുബീനം. ബസഹറാ ബനികരം, ഞാൻ മരുഭൂമിക്ക് നോക്കുമ്പോഴും എന്നെ കാണുന്നു. ബദറിയാ ബനികരം, സമുദ്രത്തിലേക്ക് നോക്കുമ്പോൾ നിന്നെ കാണുന്നു. ബഹർജാ ബനികരം, എവിടെ നോക്കിയാലും നിന്നെ കാണുന്നു. നമുക്ക് അപ്പൊ അള്ളാഹിനേക്കാര് എവിടെ നമ്മളോട് കാണുക. അങ്ങനെ പടച്ചവനെ പറ്റി അന്വേഷിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിലേക്ക് അള്ളാഹിനെ പറ്റി അറിയാൻ ശ്രമിക്കണം. അള്ളാഹിനെ പറ്റി അറിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതന്നെ അതാ അവനെ ഞാൻ വധിക്കുന്ന അള്ളാഹു തആല പറഞ്ഞു. നമുക്ക് പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല, പടച്ചവൻ തന്നെ ഉണ്ടാവുള്ളൂ. അതല്ലേ ഇലാഹി അന്ത മഖ്സൂദി ഇലാക മത്ലൂബി എന്നൊക്കെ നമ്മൾ പറയണില്ലേ? ഹസ്ബി അല്ലാ, എനിക്ക് അള്ള മതി, അള്ള
അള്ളാഹുവിനെ പറ്റിയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോഴത് മനസ്സിലാകുക. അള്ളാഹിനെ പറ്റി എവിടെ അള്ളാഹു അക്ബർ ബാങ്ക് കൊടുക്കണില്ല പള്ളിക്കെന്ന് നമ്മൾ ചിന്തിക്കലുണ്ടോ? അള്ളാഹു അക്ബർ പള്ളിക്കെന്ന് എല്ലാ മഹലിൽ നിന്നും നമ്മളെ മഹല് പള്ളിക്കെന്നും അള്ളാഹു ആദ്യം എന്താ അള്ളാഹു അക്ബർ എന്ന അർത്ഥം അള്ളേനെ ഏറ്റവും വലുതെന്ന ഇത് മാത്രം പഠിച്ചാൽ മതി. ബാങ്ക് മാത്രം, ബാങ്കിനെ പറ്റി മാത്രം സീരിയസ് ആയിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ ആൾക്കാരൊന്നും ബാങ്ക് കൊടുക്കുമ്പോൾ വർത്താനം പറഞ്ഞില്ല. ഇപ്പൊ ബാങ്ക് കൊടുക്കുമ്പോൾ പേരും വർത്താനേക്കാരം ആൾക്കാരൊക്കെ. കാരണം ഇതിന്റെ പേരെയൊക്കെ പോയിക്കണേ. ഈ ബാങ്കും തന്നെ മുണ്ടാതാക്കണ കോലത്തിലാവൂല അല്ലെ? നല്ല രസമുള്ള ബാങ്ക് വേണം. ഞാൻ ഇവിടുത്തെ എങ്ങനെ എനിക്കറിയില്ല. ബാങ്ക് അങ്ങോട്ട് ശ്രദ്ധിക്കണമായിട്ടുള്ള ബാങ്ക് കൊടുക്കും വേണം. നമ്മളെ നാട്ടിലുള്ള നമ്മളെ വലിയ ഒരു സങ്കടം എന്താ വെച്ചാല് നമ്മൾ ബാങ്കുകളി മത്സരം ഏർപ്പെടുത്തും സ്റ്റേജിന്മേല്. എന്നിട്ട് ബാങ്കുകളി മത്സരം ഏർപ്പെടുത്തിയിട്ട് നന്നായിട്ട് ബാങ്ക് കൊടുത്തവന് സമ്മാനം വാങ്ങി ഓൻ കുടി പോയി കുത്തിരിക്കും. ഉപഹാരം വാങ്ങിങ്ങോട്ട് ഓൻ്റെ കുടി പോയി ഉപഹാരം വാങ്ങും. ഉപഹാരം എന്ന് പറഞ്ഞാൽ തന്നെ ഉപകാരമില്ലാത്ത സാധനം ആയിക്കോട്ടെ. ഉപകാരമില്ലാത്തതിനെ കൊടുക്കേണ്ടത്. കാരണം ഉപകാരമുള്ളതാണെങ്കിൽ അത് കേടെടുത്തൂലെ ഉപയോഗിച്ചേണ്ടേ. അത് അവിടെ വെക്കാനുള്ളതല്ലേ. അവിടെ ഉപഹാരം അങ്ങനെ തന്നെ വേണ്ടത്. എന്തായാലും അതും വാങ്ങിയാണ്ട് ഓൻ പോയി അവിടെ കുത്തിരിക്കും. ഓൻ പിന്നെ ബാങ്ക് കൊടുക്കുമോ? നന്നായിട്ട് ബാങ്ക് കൊടുക്കാൻ അറിയുന്ന ഒരുത്തന് തെളിയിച്ചാൽ പിന്നെ ഓൻ ബാങ്ക് കൊടുക്കണ്ടേ? എന്നിട്ട് പിന്നെ ആരെങ്കിലുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് സയ്യിദി സമാനല്ല അലാ ഉമ്മത്തി യത്റുകൂന ആസാന ഉമിരാ ദുആഫാഹിം, ഏറ്റവും ബലഹീനരായ ആൾക്കാരെ ബാങ്ക് ഏൽപ്പിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു. ഈ കാലഘട്ടം അതാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ചോദിക്കും, എന്താ എനിക്ക് പണി? പ്രത്യേകിച്ച് ഒരു പണിയില്ല. എന്താ പണിക്കൊന്നും പോകാത്ത? എന്താ കാട്ട തടിയോട് വെച്ച ഒരു പണിക്കും പോകണില്ല. എല്ലാവരും പണിക്കും പോകണില്ല. തീരെ വെച്ചല്ല, തീരെ വെച്ച എന്നാ ഒരു കാര്യമുണ്ട്, പള്ളിക്ക് വാങ്ങി കൊടുക്കാൻ നിന്നോ. അങ്ങനെയാക്കേണ്ടതാ ബാങ്ക് പറഞ്ഞാൽ. ബാങ്ക് കേട്ടാല് ബിലാൽ റളിയല്ലാഹുവിന്റെ പിൻഗാമിയിൽ ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തോന്നണം. അതിന് ബാങ്ക് കേൾക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ പറയണ്ടേ, നമുക്ക് പറയാൻ തോന്നണം. ഇങ്ങട്ടെ അതാ രീതി കൊടുക്കും. ചെറുക്കന്മാരെ കണ്ടില്ല, നിങ്ങൾ പാട്ട് കേൾക്കുമ്പോ പാട്ടിനനുസരിച്ച് പാട്ടിനനുസരിച്ച് പാടുന്നു അല്ലേ? എന്താ കാരണം? അട്രാക്റ്റീവാണ് പാട്ടല്ലേ. മുമ്പ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് പിന്നെ ഒരു ഷക്കീലാറിന് ഒരു പെണ്ണ് പാടിയിരുന്നു. എന്ത് ചെയ്യുന്നു? ബക്ക ബക്ക പറഞ്ഞാല്. എന്നിട്ട് നമ്മളെ ഒക്കത്തുള്ള കുട്ടികളൊക്കെ ബക്ക 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 ഇല്ല എമ്മാരൊക്കെ എത്തുന്നതാണ് ചെറിയ പൈതങ്ങൾ അടക്കം ബക്ക ബക്ക എന്ന് പറയാം. കാരണം ആ ജാതി കേൾക്കലെന്ന് കേൾക്കുമ്പോൾ അമ്മക്കും കുറെ വെക്കല്ലേ. ഈ അയ്യ സൂറത്തി മാച്ചാ റക്ക വെക്ക. എന്താ ഇതൊന്നും പറയാൻ തോന്നാത്തത്? നമുക്കുള്ളേ കുറെ ബക്കകള്. ഇത് നമുക്ക് നേരിട്ട് പറയാൻ തോന്നാത്ത എന്താ? കുട്ടികൾക്കൊന്നും തോന്നാത്ത എന്താ? അതെന്താ വെച്ചാല് അതൊക്കെ നല്ല അട്രാക്റ്റീവായിട്ട് ബാങ്ക്. എന്നിട്ട് ബാങ്കിൽ തന്നെ കേവലം ഒരു ഒച്ചല്ല ബാങ്ക് പറഞ്ഞേ. ബാങ്ക് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ സൈദ്ധാന്തികവും പ്രായോഗികവുമായ രണ്ടു വശവും ബാങ്കിൽ പറയണു. ഇന്നത്തെ കാലത്ത് നോക്കി ഭയങ്കര കഷ്ടമാണ്. കാരണം ഒരു നാട്ടിലാണെങ്കിൽ ഒരുപാട് ബാങ്ക് ഉണ്ടാവും. ഈ ബാങ്ക് കൊടുക്കുമ്പോൾ മുണ്ടാൻ പാടില്ല എന്ന് നമ്മൾ പറയും. ബാങ്ക് കൊടുക്കുമ്പോൾ മുണ്ടാൻ പാടില്ലേ, ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് കൊടുക്കാൻ പാടുണ്ടോ? എന്നിട്ട് കുറെ ഗ്രൂപ്പായി തിരിഞ്ഞ് ബാങ്ക് കൊടുക്കുമ്പോൾ ഉണ്ടാൻ പാടില്ല, ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് കൊടുക്കാൻ പാടുണ്ടോ? കുറെ ബാങ്ക് ഉണ്ടാവും. എന്നിട്ട് അതുകൊണ്ട് കൺഫ്യൂഷൻ ആക്കും ആ കൂടെ. എന്നിട്ട് ഒരു ബാങ്ക് ആയിട്ട് പിന്നെ അപ്പുറത്ത് പിന്നെ അപ്പുറത്ത് ഇങ്ങനെ ഒരു നമ്മളെ കൂട്ടത്തിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെച്ചാൽ ആ ഗ്രൂപ്പ് എല്ലാവർക്കും മനസ്സിലാവും ഒരു ടൗണിൽ ചെന്നാൽ. എന്തായാലും പിന്നെ അതടക്കട്ടെ, ഞാൻ അതിനെപ്പറ്റി വിമർശിക്കല്ല. പക്ഷെ യഥാർത്ഥത്തിൽ ബാങ്ക് എന്ന് പറഞ്ഞാല് അല്ലാഹു അക്ബർ തൗഹീദിന്റെ അതിന്റെ സൈദ്ധാന്തിക വശമാണ് പറയുന്നത്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ബാക്കി വലിയതൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. നേതാക്കന്മാർ വരുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയും. എന്താ അർത്ഥം? നേതാവ് നിങ്ങൾ വലിയ തന്നെയാണ്, പക്ഷെ അള്ളയാണ് ഏറ്റവും വലിയത്. അതതിനർത്ഥം. നേതാവ് നിങ്ങൾ വലുതന്നെ, നേതാവ് വലുതല്ല എന്നല്ല, പക്ഷെ അള്ളയാണ് ഏറ്റവും വലുത്. നിങ്ങൾ അള്ള പറഞ്ഞതിന് എതിരിൽ പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കുക. അള്ളയാണ് ഏറ്റവും വലുത്, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ഈ ഒരു ആശയം ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നേരെയാവില്ലേ? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ വലിയതല്ല, കെട്ടികൾ വലിയതല്ല, എന്റെ ഉദ്യോഗം വലിയതല്ല, എന്റെ നാട് വലുതല്ല, എന്റെ വീട് വലുതല്ല, കാറ് വലുതല്ല, ബിസിനസ് വലുതല്ല, ഒന്നും വലുതല്ല, ഗവൺമെന്റ് വലുതല്ല, മന്ത്രി വലുതല്ല, ഒന്നും വലുതല്ല. അള്ളയാണ് ഏറ്റവും വലുത്. ഈ ചിന്ത നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ നേരെയാവൂലേ? അതിനായി ബാങ്ക് 5 നേരം ഇങ്ങനെ കൊടുക്കണതേ. അത് നമ്മൾ ശ്രദ്ധിക്കലുണ്ടോ? അർത്ഥത്തെ പറ്റി ചിന്തിക്കലുണ്ടോ? ആലോചിക്കലുണ്ടോ? മനസ്സിലാക്കലുണ്ടോ? അല്ലാഹു അക്ബർ. പിന്നെയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിന്റെ പ്രാക്ടിക്കൽ വശമായിട്ടുള്ള ഇബാദത്തിനെ പറ്റിയാ പിന്നെ പറയണത്. രണ്ടും പഠിപ്പിക്കണു. പിന്നെ ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ നമുക്ക് വന്നിട്ടുള്ള റസൂലിനെ പറ്റി പഠിപ്പിക്കണു. അഷ്ഹദു മുഹമ്മദ് റസൂലിനെ പഠിപ്പിക്കണു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഹയ്യ അലൽ സ്വലാത്ത് നിസ്കരിച്ചാൻ വരും എന്ന് പറയുന്നത്. പിന്നെയാണ് ഹയ്യ അലൽ ഫലാഹ്. നിങ്ങളുടെ ജീവിതത്തിലെ വിജയം എന്താണ്? ആ വിജയത്തിൽ താങ്കളെ വിളിക്കണത്. നിങ്ങൾക്ക് പല വിജയം ഉണ്ടാവും, പക്ഷെ യഥാർത്ഥ വിജയം ഇവിടെ കിടക്കണത്.
അല്ലേ? പല വിജയം ഉണ്ടാവും. നിങ്ങൾ പന്തളിയിൽ ജയിക്കേണ്ടതുണ്ടാവും, പരീക്ഷയിൽ ജയിക്കേണ്ടതുണ്ടാവും, ഇലക്ഷനിൽ ജയിക്കേണ്ടതുണ്ടാവും, അതൊക്കെ വിജയം തന്നെ. പക്ഷെ യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞാൽ ഹയ്യാലുൽ ഫലാഹ് ഇവിടെ കിടക്കണത്, അവിടുക്കാ പിന്നെ വിളിക്കണത്, ഹയ്യാലുൽ ഫലാഹിക്കാ വിളിക്കണത്. ഇതൊക്കെ പറഞ്ഞു കൂടി ഈ ബാങ്കിൽ കൂടി നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ സകലത്തിന്റെയും അടിസ്ഥാനം ബാങ്കിൽ ഇറങ്ങിയിട്ടുണ്ട്. അതാ ബാങ്ക് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെ വെച്ചിരിക്കണം. അതുകൊണ്ടാണ് അവിടെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. എന്നാ പിന്നെന്താ ബാക്കിയൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളയാണ് ഏറ്റവും വലുത് എന്നുള്ളതൊക്കെ ചിന്തിച്ചാൽ ബാക്കിയുള്ളതൊക്കെ ചെറുതാവും. സമയം ചുരുക്ക അല്ലേ? അപ്പോ പിന്നെ അതിനുശേഷം ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ ഇപ്പോ നോക്കുകയാണെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. സുലൈഖ ബീവിക്ക് യൂസുഫ് നബിയോട്, യൂസുഫ് നബി ആയിട്ടില്ല, യൂസുഫ് നബിയോട് പ്രേമം, കൊടും പ്രേമം. അപ്പൊ തോഴിമാരൊക്കെ എന്താണ് കമന്റ് അടിക്കാൻ തുടങ്ങി. എന്തേ മുമ്പത്തിരിക്ക് പറ്റിയത്? സ്വന്തം ഭർത്താവ് നാട് ഭരിക്കണ ഭരണാധികാരി, എത്ര നല്ലൊരു ഭർത്താവ് ഉണ്ടായിട്ട് എവിടുന്നോ കൂട്ടിക്കൊണ്ടുവന്ന ഒരു അടിമച്ചൊക്കെയാണല്ലോ പ്രേമിച്ചിരിക്കണത്, വല്ലാത്തൊരു കഷ്ടകാലം തന്നെ, എന്തേ മുമ്പത്തിരിക്ക് പറ്റിയത്? അപ്പൊ സുലൈഖ ബീവി തോഴിമാരെ അങ്ങോട്ട് വിളിച്ചു, അങ്ങോട്ട് വരി, എന്ത് പറ്റിയെന്ന് കാണിച്ചു തരാമെന്ന്. അതിനെ എല്ലാവരും ഇരുത്തിയിട്ട് സദ്യയിൽ ഒന്നാമത്തെ ഇനം എന്താണ്? കക്കരിക്കുണ്ട്, തേനുണ്ട്, ഒരു കത്തിയുണ്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കക്കരിക്ക ചെത്തിയിട്ട് തേനിൽ മുക്കി തിന്നല. അങ്ങനെ കക്കരിക്ക ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുലൈഖാബി പറഞ്ഞു, ഇതുപോലെ മുന്നിൽ കൂടെ അങ്ങനെ പെയ്ക്കാറുണ്ട്, പെണ്ണുങ്ങളെ മുന്നിൽ കൂടെ പെയ്ക്കാറ്. യൂസുഫ് നബി മുമ്പിൽ കൂടെ പോയ സമയത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കാൻ തുടങ്ങി യൂസുഫിനോട് നോക്കലും ഇവിടെ ഇതിങ്ങനെ ചെത്തലും രണ്ടും ഒപ്പം നടക്കണേ. അപ്പോ ഫലം മാറായിരഹു അക്ബർനഹു, യൂസുഫിനെ കണ്ടപ്പോ ഓൽക്ക് അക്ബറായത് യൂസുഫ് ആ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ. അപ്പൊ കത്തൈരായിരിഹുന്ന, കയ്യിന്റെ അല്ലൊക്കെ യൂസുഫ് അക്ബറായപ്പോ കയ്യിന്റെ അല്ല അസുഖറാന്ന് പറയും. കൈന്റെ എള്ളക്കാൻ ചെത്തി മുറിച്ചൽ തുടങ്ങി, ശ്രദ്ധിക്കണില്ലേ? ആ ജാതി സൗന്ദര്യല്ലേ? അതാ യൂസുഫാണ് അക്ബറായപ്പോ കയ്യിന്റെ എല്ലടക്കം സ്വന്തം ശരീരം അടക്കം മുറിക്കണത് അറിയണില്ല. അതാണ് അക്ബറായ മറ്റൊക്കെ അസുഖറാവും. അപ്പോ എന്നിട്ട് ഹാസലില്ല മഹാദാ ബശർ ഇൻഹാദാ ഇല്ല മലക്കുൻ കരീം, പറച്ചോനെ ഇത് ആകാശത്ത് നിന്ന് ഇറങ്ങിയ മലക്കാണല്ലോ, മനുഷ്യന്റെ കുട്ടിയല്ലല്ലോ എന്ന് പറഞ്ഞൂരെ. അപ്പൊ എന്താ? അതേപോലെ യൂസുഫ് അക്ബറായപ്പോ മറ്റതൊക്കെ അസുഖറായല്ലോ, അതേപോലെ അള്ളാഹു അക്ബറായ ബാക്കിയുള്ളതൊക്കെ അസുഖറാവും. അതാണ് ദർജഹാൻ ചു ഹുസ്ന യൂസുഫ് കസനദീദ് ഹുസ്ന ആൻ ദാരദ് ഖയൂസുഫ് ആഫരീദ്. ദർജഹാൻ ചു ഹുസ്ന യൂസുഫ് കസനദീദ് ഹുസ്ന ആൻ ദാരദ് ഖയൂസുഫ് ആഫരീദ്. കണ്ടില്ല ഞാനിങ്ങു ലോകത്തിലെങ്ങുമേ യൂസുഫിൻ സൗന്ദര്യം പോലതൊന്ന്, കാണില്ല പക്ഷയൊന്നോർക്കണം യൂസുഫിൻ സൃഷ്ടാവിൻ സൗന്ദര്യം എത്രയെന്ന്. ഈ ലോകത്ത് യൂസുഫിന്റെ സൗന്ദര്യം, പക്ഷെ യൂസുഫിനെയും പടച്ച റബ്ബ്, ആ റബ്ബിന്റെ സൗന്ദര്യം കേട്ടോ. അങ്ങനെ അള്ളാന്റെ സൗന്ദര്യം കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് അള്ളാനെ അറിയാം. അങ്ങനെ അള്ളാനെ പറ്റിയുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്, ദീനിനെ പറ്റിയുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. അത്തരത്തിലുള്ള അറിവ് നേടിയവരാണ് ഏറ്റവും വലിയ മഹാന്മാരെ. അങ്ങനെയുള്ള ഒരു മഹാനായിരുന്നു ചെറുശ്ശേരി ഉസ്താദ് അവറുകളെ. അദ്ദേഹം ദീനിന്റെ ഫിഖ്ഹ് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ് കർമ്മശാസ്ത്രം. വിശ്വാസം നമ്മളങ്ങനെ വിശ്വസിച്ച് പിന്നെ ആ വിശ്വാസം അങ്ങനെ വളർത്തി. പക്ഷെ അമല് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനം, ജീവിതമായിട്ട് ബന്ധപ്പെട്ട ആ തീരൊക്കെ അപാരമായിട്ടുള്ള പാണ്ഡിത്യണ്ടതിനെ നമുക്ക് നമ്മുടെ പിന്നെ ദീനിന്റെ വിഷയത്തെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ വ്യക്തമായ മസേലയൊക്കെ തന്നിരുന്ന, ദീനിന് നേതൃത്വം കൊടുത്തിരുന്ന, ഈ മദ്രസാ പ്രസ്ഥാനത്തിന് സമസ്തക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന മഹാനായ വ്യക്തിത്വമാണ് ഉസ്താദ്. അദ്ദേഹത്തിന്റെ അനുസ്മരണം പിന്നീട് ഇനി വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് ദീർഘിപ്പിച്ച് സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരലോക ജീവിതം വളരെ പിന്നെ സുഖകരമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വഫാത്ത് നമ്മൾ നിസ്കരിച്ച് പിന്നെ ഈ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിരിക്കണം അതിനെപ്പറ്റി? മയ്യത്ത് നിസ്കാരത്തിലെ അവസാനത്തെ തക്ബീറിൽ പറയില്ലേ അള്ളാഹുവിന്റെ എന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിത്തനിലാവും, നമ്മൾ പരീക്ഷണത്തിൽ നമ്മൾ പെടും. അതാണ് ആ വാക്കിന്റെ അർത്ഥം. വലാ തഫ്തിനാ ബഅദഹൂന, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞങ്ങളെ ഫിത്തനിലാക്കരുത്. അതേപോലത്തെ ഒരു വാക്കാണ് നമ്മൾ പറയേണ്ടത്. അദ്ദേഹത്തിന്റെ അഭാവം നമ്മുടെ ഉമ്മത്തിന് എന്തൊക്കെ ഗ്യാപ്പുകളാണോ നഷ്ടങ്ങളാണോ വരുത്തിയിരിക്കണമെന്ന് വെച്ചാൽ ആ നഷ്ടമൊക്കെ നികത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള സമസ്തയുടെ സെക്രട്ടറി ആരിക്കുട്ടി ഉസ്താദ് അദ്ദേഹത്തിലൂടെ നമുക്ക് സാധിപ്പിച്ച് തൗഫീഖ് ചെയ്യട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.